സഹോദരന്മാരെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ മഹാൻ എന്ന് ഗംഗാധരൻ എഴുതി വെച്ചപ്പോഴും കേരളത്തിലെ പാണക്കാട് തങ്ങളെ അറിയാതെ അറിഞ്ഞിട്ടും അറിയാത്തതായി നടിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞവരിൽ പലരും തിരിച്ച് തങ്ങളെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എഴുതി പിടിപ്പിച്ചതിൽ നിന്ന്, പറഞ്ഞതിൽ നിന്ന് പകർത്തിയ ഒട്ടനവധി കഥകളാണ് ഇതിഹാസം തീർത്ത മന്ദഹാസം. അതിൽ തന്നെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിച്ച മൂർച്ചയുള്ള വിമർശകരെ തെരഞ്ഞെടുത്ത് പിടിച്ച് അവർ തന്നെ സമ്മതം തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഥ പറയുന്നത്. കേരളത്തിൽ പാണക്കാട് തങ്ങളെ ഏറ്റവും വിമർശിച്ച ഒരു പത്രപ്രവർത്തകൻ അത് ഞാനാണ് എന്ന് പറഞ്ഞത് ഒ അബ്ദുള്ള സാഹിബാണ്. അറിയാലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻകാല നേതാവും മാധ്യമത്തിന്റെ മുൻ ചീഫ് എഡിറ്ററും ഇന്നും പത്രത്താളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒ അബ്ദുള്ള എല്ലാവർക്കും അറിയാം. ഇത് പറയാൻ പോകുന്നതൊന്നും എന്റെ വരികളല്ല, അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ അവരെഴുതി വെച്ച ആ വരികൾ ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഒ അബ്ദുള്ള സാഹിബ് പറയാ, ശിഹാബ് തങ്ങൾ എന്നത് എനിക്കൊരു പുച്ഛമാണ്. ഞാനെപ്പോഴും ഇങ്ങനെ മാസം ഉറപ്പിക്കുമ്പോഴൊക്കെ തങ്ങളെ പേരിങ്ങനെ കേൾക്കുക, അതിൽ കൂടുതലൊന്നും ഞാനും തങ്ങളും തമ്മിൽ ഒരു അറ്റാച്ച്മെന്റും എനിക്ക് തങ്ങളെ പേര് കേൾക്കുമ്പോ ഇല്ല. പക്ഷെ എന്നാലും ശിഹാബ് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശ രാഷ്ട്രീയത്തോട് എനിക്ക് വൈമുഖ്യമാണ്. തങ്ങളെ ഇങ്ങനെ സുന്നികൾ ഇങ്ങനെ കൈപിടിച്ച് മൊത്തുക, ഇതൊക്കെ കാണുമ്പോ എനിക്കൊരു നീരസമാണ്. ഞാൻ പറഞ്ഞതല്ലേ ഓ അബ്ദുള്ള സാഹിബ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും ഞാൻ നഷ്ടപ്പെടുത്താറില്ല. പത്രങ്ങളായാലും വാമൊഴിയായാലും വരമൊഴിയായാലും പരമാവധി ചാൻസ് ഞാൻ മുതലാക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം പാണക്കാട് തങ്ങളോടുള്ള വൈരാഗ്യത്തിന്റെ നാളുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ഞാൻ എന്റെ പത്രം ഓഫീസിലേക്ക് ചെന്നു. പലപ്പോഴായി ഞാൻ വരുമ്പോ ഓഫീസുകളിൽ മേശപ്പുറത്ത് അതിസങ്കീർണമായ വാർത്തകൾ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്റെ മേശപ്പുറത്താക്കാണ്. കാരണം അതിന് എഡിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വല്ലതുണ്ടോന്നറിയാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ എന്റെ മേശപ്പുറത്ത് ഒരു സാധനമുണ്ട്, ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതാരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നറിയാൻ ആകാംക്ഷയോടെ ഞാൻ ആ വെള്ള പേപ്പർ എടുത്തിട്ട് നോക്കുമ്പോ കാണുന്ന കാഴ്ച ഇതാണ്. ഞാൻ എന്റെ കയ്യിൽ കിട്ടിയ പേപ്പർ എടുത്ത് നോക്കി, സ്റ്റേറ്റ്മെന്റ് ശിഹാബ് തങ്ങളുടേതാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ സൂക്ഷിച്ചു നോക്കി, ഇതിൽ എഡിറ്റ് ചെയ്യേണ്ടതായ ഒരു സംഭവം ഇല്ല. ഇത് വളരെ ലഘുവായ ഒരു സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇതിൽ എന്താ എഡിറ്റ് ചെയ്യാനുള്ളത് എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ ഉടനെ എന്റെ ഓഫീസിലെ സ്റ്റാഫിനെ വിളിച്ചിട്ട് തങ്ങളെ പ്രസ്താവനയാണ് എഡിറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ. അങ്ങനെ ചോദിക്കുന്നു എനിക്കറിയാം. പിന്നെ ഇതിൽ പ്രസ്താവന കുറച്ചുള്ളൂ, പക്ഷെ മൂപ്പര പേര് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് 6 പേരും. അപ്പൊ ഇതൊന്ന് വെട്ടി ചുരുക്കി ഷോർട്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റുകളാണല്ലോ. അങ്ങനെ ഷോർട്ടാക്കി
അബ്ദുള്ള സാഹിബിനോട് പറഞ്ഞു ശീർഷകം എഴുതാനാണ്. ഹെഡ്ലൈൻ തയ്യാറാക്കുമ്പോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, എനിക്ക് വെട്ടാൻ പേടിയായിട്ടാ. കാരണം നാളെ എങ്ങാനും തങ്ങളെ പേരിൽ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ തങ്ങളെ നെഞ്ചേറ്റി സ്നേഹിക്കുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾ നാളെ വിളിച്ചിട്ട് എന്താടാ കാട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അബ്ദുള്ളയാണല്ലോ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്തും തങ്ങളത് വെട്ടാം ധൈര്യമുണ്ട്. അബ്ദുള്ള പറഞ്ഞു അതൊരു വിഷയമല്ലടോ, അതാണ് ഇപ്പൊ പേടിക്കുന്ന. അബ്ദുള്ള പറയാ ഞാൻ പാണക്കാടും വെട്ടി സയ്യിദും വെട്ടി തങ്ങൾ എന്നുള്ളതും വെട്ടിയിട്ട് പിറ്റേന്ന് മാധ്യമ ദിനപത്രത്തിന്റെ ഹെഡ്ലൈൻ വന്നത് മുഹമ്മദ് അലി ശിഹാബ് എന്ന് മാത്രമാണ്. അത് വന്നത് നേരം പുലർന്ന് പത്രം കയ്യിൽ കിട്ടുമ്പത്തിന് ഓഫീസിലേക്ക് തുരുതുര ഫോൺ കോളുകളായി പലരും വിളിച്ചു, പലതും പറഞ്ഞു. അതൊന്നും ഞാൻ ചെവി കൊണ്ടില്ല. പക്ഷേ പലരും വിളിച്ച കൂട്ടത്തിൽ കേരളത്തിലെ പ്രമുഖനായ ഒരു നേതാവ്, മറച്ചുവെക്കാൻ പാടില്ല, അത് ഈ കഥയോട് ചെയ്യുന്ന അനീതിയാണ്. മുജാഹിദ് വിഭാഗത്തിന്റെ ഒരു നേതാവുണ്ടായിരുന്നു, മങ്കട അസീസ് മൗലവി. അദ്ദേഹം അബ്ദുള്ള സാഹിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുള്ള, ആരെയും വിമർശിച്ചോ, ആരെയും ചെറുതാക്കി കാണിച്ചോ, ആരെയും നീ പരിഹസിച്ചോ, പക്ഷെ പാണക്കാട് തങ്ങളെ വിമർശിക്കുമ്പോൾ അതാലോചിക്കുന്നത് നല്ലതാണ്. പാണക്കാട് തങ്ങളെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, വിമർശന ബുദ്ധിയാ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തങ്ങളെക്കുറിച്ച് അറിയാത്തവർ മാത്രമാണ്. പാണക്കാട്ടെ തങ്ങളെ കുറിച്ച് വിമർശിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും പാണക്കാട്ടെ പഠിപ്പുര കണ്ടിട്ടുണ്ടാകില്ല. അബ്ദുള്ള കറക്റ്റ്. പാണക്കാട്ടുന്ന് പോയിട്ട് തങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് കണ്ട ഒരാളും ശിഹാബ് തങ്ങളെ വിമർശിക്കില്ല എന്ന് മങ്കട അസീസ് മൗലവി പറഞ്ഞത് അബ്ദുള്ളാന്റെ ഈ ചെവിക്ക് ഇങ്ങോട്ട് തുളഞ്ഞിങ്ങോട്ട് കയറി. പക്ഷെ അബ്ദുള്ള പറയാണ് എനിക്ക് ഉളുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെയും, ഞാനല്ലേ പിന്നെ നിങ്ങൾ എന്നെ എന്നടുത്തേക്ക് വെക്കരുത്. അബ്ദുള്ള സാഹിബ് പറയാണ് ഞാൻ പിന്നെ ഉളുപ്പില്ലാത്തതുകൊണ്ട് ശിഹാബ് തങ്ങൾ അങ്ങനെ 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 എഴുതി. ഒരു ദിവസം എന്റെ പത്രം ഓഫീസിലേക്ക് ഒരാള് വന്നു. മാന്യരാണേ, കണ്ടാൽ സകലരും അറിവുള്ള നല്ല വ്യക്തിയാണേ. മാന്യരാണേ, കണ്ടാൽ സകലരും അറിവുള്ള നല്ല വ്യക്തിയാണേ. അനുഗ്രഹത്തോടും വിടുന്നു അന്നതേ കാരണം എത്രയോ കാലങ്ങളായി ഒന്നു കാണാൻ. വിടുന്നു അന്നതേ കാരണം എത്രയോ കാലങ്ങളായി ഒന്നു കാണാൻ. മുമ്പിലായി വന്നു കേട്ടു അവരും കാര്യമെല്ലാം ചൊല്ലുവാൻ പറഞ്ഞിടുന്നു. വന്നു കേട്ടു അവരും കാര്യമെല്ലാം ചൊല്ലുവാൻ പറഞ്ഞിടുന്നു. ണവരും മാന്യരാണേ, കണ്ടാൽ സകലരും അറിവുള്ള നല്ല വ്യക്തിയാണേ. സാഹിബ് പറയാണ് എന്റെ പത്രം ഓഫീസിലേക്ക് കേരളത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കോടീശ്വരനായ ഒരു മനുഷ്യൻ, പ്രമുഖ വ്യവസായിയാണ്. അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഗൾഫാർ മുഹമ്മദ് അലി, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഒരുപാട് സംഘടനകളെ, ഒരുപാട് പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന വലിയൊരു ധനാഢ്യനാണ്. ആ മനുഷ്യൻ ഇയാളെ ഓഫീസിലേക്ക് അയാളെ കണ്ടുമുട്ടും ചെന്നു. ഞാൻ ഈ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നതാണ് ശരി. ഞാൻ കുറെ കാലം നിങ്ങളെ കാണാൻ നടക്കുക. പിന്നെ ഞാനിങ്ങനെ നിങ്ങളെല്ലാ സുന്നി സ്റ്റേജിലും ഇങ്ങനെ കാണാം. അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിമർശിക്കും, നിങ്ങളെ ഈ പൈസ കണ്ടിട്ടാണ് സുന്നികൾ ഇങ്ങനെ. പശു പാല് ഒത്തിക്കുന്നത് മനസ്സിലായി. ഹലോ അല്ല പറഞ്ഞോളി. ഞാൻ നിങ്ങളെ ഇങ്ങനെ എല്ലാ സുന്നികളും ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഞാൻ ഇങ്ങനെ പറയും ഇയാളെ കൊണ്ടുപോകണം. ഏത് സുന്നിയുടെ സമ്മേളനത്തിന്റെ പോസ്റ്റർ കാണുമ്പോൾ ഞാൻ പറയും ഇത് പൈസ കണ്ടിട്ട് കൊണ്ടുപോകുക. പക്ഷെ അങ്ങനെയൊക്കെ വിമർശിച്ച ആളാ ഞാൻ. ഇപ്പൊ എനിക്ക് നിങ്ങളെ സഹായം വേണം. അപ്പൊ എനിക്ക് ചേന്നമംഗലൂരില് ജമാഅത്ത് ഇസ്ലാമിയുടെ ചില സ്ഥാപനങ്ങൾ അതൊന്ന് സന്ദർശിക്കാൻ ഗൾഫാർ മുഹമ്മദ് അലി ഒരു ദിവസം. അല്ല, പൈസ അല്ല, ഗൾഫാർ മുഹമ്മദ് അലി
പൈസ സാമ്പത്തിക സഹായത്തിന് ഇപ്പൊ ഞാന് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അബ്ദുള്ള സാഹിബ് എന്താന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞാൽ ഞാൻ തരാം. അപ്പൊ അബ്ദുള്ള സാഹിബ് പറഞ്ഞു, അത് സ്ഥാപനം വന്ന് കാണുന്ന മാതിരിയല്ലല്ലോ, അത് കാണാതെ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല, നിങ്ങൾ വരണം. ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതാണ്, അതുകൊണ്ട് നാളെ തന്നെ ആക്കിയാല് കുഴപ്പമൊന്നുമില്ലല്ലോ. അബ്ദുള്ള സാഹിബിന് സന്തോഷമായി. ആ സാധു പറഞ്ഞു, നാളെ തന്നെ ആയിക്കോട്ടെ. ഗൾഫാർ മുഹമ്മദ് അലി പറഞ്ഞു, ഒരൊറ്റ കണ്ടീഷൻ, ഒന്നും ചെയ്യണം, നാളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്നെ കയ്യോടെ കിട്ടണമെങ്കിൽ നാളെ നേരം പുലർന്ന് ഒരു 9 മണിയാകുമ്പോഴേക്ക് വണ്ടിയുമായിട്ട് ഇങ്ങോട്ട് നോക്കി നിങ്ങൾ തന്നെ വരണം. ആയിക്കോട്ടെ, ഞാൻ എവിടാന്ന് വെച്ചാ വരാം. പടച്ചോനെ ഹബീബേ, അതൊരു വിഷയമുള്ള കാര്യമല്ല, ഞാൻ എവിടുത്തെ വരണ്ടേ? ആകാംക്ഷയോടെ ചോദിച്ചു നിൽക്കുന്ന അബ്ദുള്ള സാഹിബിനോട് ഗൾഫാർ മുഹമ്മദ് പറഞ്ഞത് എങ്ങനെയാ? നാളെ നേരം പുലർന്നാൽ മുസ്ലിം കേരളത്തിന്റെ ഹൃദയപ്രകാരത്തിലെ സൂര്യൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൊട്ടപ്പനക്കൽ വീട്ടിലേക്കാണ് എന്നെ കൂട്ടാനായി നിങ്ങൾ വരേണ്ടത്. ഓർമ്മകൾ പൊങ്ങി മനതാരിലാകെ അലയടിക്കുന്നേ മശഹൂറം നേതാ സയ്യിദ് ശിഹാബ മറക്കുമോ മരിക്കാത്ത മനസ്സിലൊരായിരം ഓർമ്മകൾ പൊങ്ങി മനതാരിലാകെ അലയടിക്കുന്നേ പകലന്തിയോളം പണിപ്പെട്ടു ഞാനേ പറഞ്ഞല്ലോ കാണാട്ടെ കണ്ണുകളിൽ പകലന്തിയോളം പണിപ്പെട്ടു ഞാനേ പറഞ്ഞല്ലോ കാണാട്ടെ കണ്ണുകളിൽ മറക്കുമോ തങ്ങൾ മനസ്സുള്ള കാലം മരിക്കാത്ത ഓർമ്മകൾ പിന്തിടുന്ന നേരം മറക്കുമോ തങ്ങൾ മനസ്സുള്ള കാലം മരിക്കാത്ത ഓർമ്മകൾ പിന്തിടുന്ന നേരം മശഹൂറം നേതാ സയ്യിദ് ശിഹാബ മറക്കുമോ നാളെ നിങ്ങൾ പാണക്കാട്ടേക്കാണ് എന്നെ കൂട്ടാൻ വരേണ്ടതെന്നും പറഞ്ഞ് ഗൾഫാർ മുഹമ്മദ് സ്ഥലം വിട്ടപ്പോ അബ്ദുള്ള സാഹിബ് പറയാം, ഞാനിങ്ങനെ ആകെ ഉടുത്തയിൽ തൂറിയോനാല് ആയിപ്പോയി. കാരണം ഇതിപ്പോ എങ്ങോട്ട് പോവാനോട് പറഞ്ഞ ജീവിതത്തിൽ ഇന്നേ വരെ അംഗീകാരം കൊടുക്കാത്ത, എന്റെ മനസ്സിൽ ഞാനൊരു സ്ഥാനവും കൊടുക്കാത്ത, ഞാൻ എപ്പോഴും വിമർശിക്കുന്ന കൊട്ടപ്പനക്കൽ ചെന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ഒരു സഹായം വാങ്ങാൻ ഞാൻ പോയി എന്ന് പറഞ്ഞ പഴച്ചോൻ അതിലും വലിയ ഗതികേട് ഇനി ദുനിയാവിൽ എനിക്ക് വേറെന്തെങ്കിലും വരും. അതുകൊണ്ട് അദ്ദേഹം പറയാം, ഞാൻ പോണില്ല എന്ന് തീരുമാനിച്ചു. ശിഹാബ് തങ്ങളെ വരെ പോയിട്ട് അങ്ങനെ പൈസ കൊണ്ടുവരേണ്ട ഗതികേടൊന്നും എനിക്കില്ല. സമയം ഇങ്ങനെ നീങ്ങുകയാണ്, എന്ത് ചെയ്യണം? മനസ്സിങ്ങനെ പതറുന്നുണ്ട്. പോയാൽ എന്ത് കിട്ടും? ഫണ്ട് കിട്ടും. പോയിട്ടില്ലെങ്കിൽ ഫണ്ട് പോകും. ഇവിടെ ഫണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് പോണം. പക്ഷെ പോയാൽ ശിഹാബ് തങ്ങളെ ചിലപ്പോ ചിരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. തങ്ങൾക്ക് എപ്പോഴും മന്ദസ്മിതമാണ്. ആരെയും പുഞ്ചിരിച്ച് സ്വീകരിക്കാനുള്ള ഒരു കഴിവ് ശിഹാബ് തങ്ങൾക്കുണ്ട്. പക്ഷെ തങ്ങളെടുത്ത് തങ്ങൾ മാത്രമല്ലല്ലോ ഉണ്ടാവുക. ഞാനിതൊക്കെ എഴുതിയത് തങ്ങൾ വായിച്ചിട്ടില്ലെങ്കിലും തങ്ങളെ കൂടെ പോണോ ഇത് വായിക്കലുണ്ടാവുമല്ലോ. ഞാൻ അവിടുന്ന് ചവിട്ടി കൂട്ടിയ പഠിച്ചോ അതിന്റെ ഗതികളോട് ആലോചിച്ച് നോക്കിയ. അതുകൊണ്ട് ബുദ്ധിയുള്ളത് കൊണ്ട് അബ്ദുള്ള സാഹിബ് പറയാ, ഞാൻ പോകാൻ തീരുമാനിച്ചില്ല, ഞാൻ അവിടെ അങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. പിന്നെ എന്റെ മനസ്സ്
മനസ്സിങ്ങനെ പറയുന്നുണ്ട്, അബ്ദുള്ള, ശിഹാബ് തങ്ങളെ വിമർശിച്ചവരൊക്കെ തങ്ങളെ അറിയാത്തവരാ, തങ്ങളെ വീട്ടിൽ പോകാത്തവരാ, തങ്ങളെ ഒന്ന് കാണാത്തവരാ എന്ന ഈ വാക്കുണ്ടല്ലോ, അസീസ് മൗലവിയുടെ വാക്ക്, അതിങ്ങനെ മൂപ്പരട്ട് ഇങ്ങനെ അലട്ടാൻ തുടങ്ങിയപ്പോ ഈ മനുഷ്യൻ എന്തായാലും ഒന്ന് പോയി നോക്കെന്നെ എന്ന് കരുതി നേരം പുലർന്നപ്പോ അന്നത്തെ മാധ്യമം ബ്യൂറോ മലപ്പുറം ലേഖകൻ അയാൾ അരികിലേക്ക് ചെന്നു. മലയാളി ശിഹാബ് തങ്ങളെ പുരറിയും. നിങ്ങള് ഓബ്ദു തന്നെയല്ലേ? എന്ത് ചോദിച്ചേ? ശിഹാബ് തങ്ങളെ പുരറിയും. മമ്പുറത്തെ ശിഹാബ് തങ്ങളെ പേരെ അറിയുണ്ട്. ഇയാൾക്ക് സുഖല്ല. മൂക്ക് കീപ്പെട്ടായ ആർക്കാണ് അബ്ദുള്ള സാഹിബ് ശിഹാബ് തങ്ങളെ പേരെ അറിയാത്തത്? എന്റെ മൂക്ക് കീപ്പെട്ടല്ലോ. നിങ്ങൾ മേപ്പട്ടേക്കാരനാല് അങ്ക് പുരറിയപ്പോ ഞാൻ ചോദിച്ചതിന് മറുപടി അതന്നെ ഞാൻ പറഞ്ഞ പേരെ അറിയാത്തവരാരല്ലേ? എനിക്കറിയില്ലല്ലോ. ഉള്ള സമയത്തൊക്കെ തങ്ങളെ കുറ്റം പറഞ്ഞ് പറയുന്ന മണിയിലെ നോക്കി അല്ല. പിന്നെ പിന്നെ ഇവിടെ വാ. എന്നോട് എന്താ ചോദിച്ചു? പാണക്കാത്ത തങ്ങളെ പേരെ അറിയോ? അറിയോ? അറിയെങ്കിൽ അറിയെന്ന് പറഞ്ഞാൽ പോലെ നിങ്ങളുടെ വയലറിയാൻ പറഞ്ഞു. മൊയലാളി ഉണ്ടല്ലേ? ഓ അബ്ദുള്ള സാഹിബ് ഡ്രൈവർ മലപ്പുറം ബ്യൂറോ ലേഖകനെ വിളിച്ചിട്ട് പാണക്കാട് തങ്ങളെ പേരറിയ. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചോദ്യമായി ചോദിക്കണം, ഈ മലപ്പുറത്ത് ശിഹാബ് തങ്ങളെ പേരറിയാത്ത ആരെങ്കിലും ഉണ്ടാവും? എടോ എനിക്കറിയില്ലടാ. ഇങ്ങക്ക് എങ്ങനെ അറിയാൻ? തങ്ങളെ കാണാനോ തങ്ങളെ പഠിക്കാനോ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലല്ലോ. നിങ്ങളെപ്പോഴും തങ്ങളെ വിമർശിക്കുന്നതിലാണല്ലോ ശ്രദ്ധ കാണിച്ചത്. അതുകൊണ്ട് നിങ്ങളൊന്ന് പഠിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഡ്രൈവർ ചോദിച്ചല്ലോ, അതൊക്കെ പോട്ടെ, പുരൊക്കെ എനിക്കറിയാം, എന്താ നിങ്ങളെ തീരുമാനം? മോനെ, നാളെ ശിഹാബ് തങ്ങളെ പുര വരെ ഒന്ന് പോണം. നിങ്ങൾ മരുന്ന് വേറെ കുറിച്ചോ? ദയവ് ചെയ്ത് പാണക്കാട്ടേക്ക് നിങ്ങൾ പോണ്ട. അതെന്താ? തങ്ങള് ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാല് നിങ്ങളെ ചിലപ്പോ സ്വീകരിക്കും. പക്ഷെ നാളെ ശിഹാബ് തങ്ങൾ അരികിൽ വേറെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അബ്ദുള്ള സാഹിബ് നിങ്ങൾ നല്ലപോലെ അവിടുന്ന് പോരലുണ്ടാവില്ല, വെറുതെ വേണ്ടിയ പണിയെടുത്തോളി. അബ്ദുള്ള സാഹിബ് പറഞ്ഞു, എടോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, പോയിട്ടില്ലെങ്കിൽ വലിയൊരു ഫണ്ട് ഗൾഫാർ ചെല്ലാൻ പറഞ്ഞതാ, മൂപ്പരെ കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് പോണം. തീരുമാനമായി. അപ്പോഴും ഡ്രൈവർ ഒരുപാട് ഉപദേശിച്ചു, അബ്ദുള്ള സാഹിബ്, കൊടപ്പനക്കല വീട്ടിലേക്ക് നിങ്ങൾക്ക് പോകുന്നത് ആരോഗ്യകരമല്ല, കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം വേണം. കാരണം ഇത്രമാത്രം തങ്ങളെ കുറിച്ച് എഴുതി വെച്ചിട്ട് എങ്ങനെ നിങ്ങൾ ആ മുമ്പിലൊന്ന് ചെന്ന് നിൽക്കുക? നിങ്ങളോട് തിരിച്ചൊരു വാക്ക് മനുഷ്യനെ വരെ ഒരു പത്രത്തിലും എഴുതിയിട്ടില്ല. നിങ്ങൾ വിമർശിച്ചിട്ട് ഒരു വിയോജന കുറിപ്പ് പോലും ഒരണികളെ കൊണ്ടും അയാൾ പറയിപ്പിച്ചിട്ടില്ല. ഇന്നേ വരെ ഒരു വെറുപ്പിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ മുമ്പിലേക്ക് നിങ്ങൾ എങ്ങനെയാ ചെന്ന് നിൽക്കുക? എനിക്കുളുപ്പുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പോണ്ട അബ്ദുള്ള സാഹിബ് എന്ന് സ്നേഹപൂർവ്വം ആ ഡ്രൈവർ ഒരുപാട് നേരം പറഞ്ഞു. പക്ഷെ അതൊന്നും അബ്ദുള്ള കൂട്ടാക്കിയില്ല. അബ്ദുള്ള സാഹിബ് പറയാം, ഞാനും ഡ്രൈവറും പോയി. നേരെ ചെന്ന് കൊടപ്പനക്കൽ വീട്ടിന്റെ കാറ്, ആ ഗേറ്റ് കടന്ന് കാർ അങ്ങോട്ട് പ്രവേശിച്ചപ്പോ ഡ്രൈവർ ഓടി ചെങ്ങായിനോട് അബ്ദുള്ള സാഹിബ് പറഞ്ഞു, വണ്ടി ബാക്കോട്ട് എടുക്കും, കുറച്ചുകൂടി ഉള്ളിക്ക് കയറ്റണ്ട. വണ്ടി ഉള്ളിക്ക് കയറ്റിയ പ്രശ്നം, കാരണം എന്റെ കാറാണെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് വണ്ടി റോഡിന്റെ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് ഞാൻ എന്നോടൊരു പണി പറഞ്ഞുതരാം, ഞാൻ അങ്ങോട്ട് വരൂല. അത് ഞാൻ ആദ്യം മനസ്സിൽ കരുതിയതാ. നിങ്ങൾക്ക് ധൈര്യമല്ല, ഉൾപ്പന്നെയുള്ളൂ. അബ്ദുള്ള സാഹിബിനോട് ഡ്രൈവർ പറഞ്ഞു, ഇതാദ്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങളെ കൂടെ വരുമോ? നിങ്ങൾ അങ്ങോട്ട് പോവാണ്ട് പിന്നെ ആരാ അങ്ങോട്ട് പോവാ? നീ പോണം. ഡ്രൈവർ പറഞ്ഞത് വേണ്ടില്ലേ, ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. നീ പോണെന്ന് മാത്രല്ല, കൊടപ്പനക്കല വട്ടമേശയുടെ സമീപത്ത് ആയിരങ്ങൾക്ക് നടുവിലിരിക്കുന്നുണ്ടാകും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മൂപ്പരെ കണ്ണ് വെട്ടിച്ചിട്ട് ഗൾഫാർ മുഹമ്മദ് അലിന്റെ അടുത്ത് പോയിട്ട്, ഓ അബ്ദുള്ള സാഹിബ് വന്നിട്ടുണ്ട്, നിങ്ങളെ വിളിക്കുന്നുണ്ട്, കാറിൽ കുത്തിരിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരണം. ഓക്കെ, തീരുമാനം. അങ്ങനെ ഈ ഡ്രൈവർ ശിഹാബ് തങ്ങളെ വീട്ടിലേക്ക് നടക്കാൻ വേണ്ടി 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതേ ഉള്ളൂ. അബ്ദുള്ള സാഹിബ് ഇയാളെ തിരിച്ചു വിളിച്ചു. ഡ്രൈവർ തിരിച്ചു വന്നേ, പിന്നെ നീ ചെന്നാൽ കാണുന്നുണ്ടല്ലോ, അതാണ് കൊടപ്പനക്കൽ. എനിക്കറിയില്ല, അല്ല അറിയാം, ചൂടാവല്ല, ഇവിടെ വാ. ഇല്ല, ആ മേശക്കരികിൽ ഇത് ഒരു മനുഷ്യരിക്കുന്നുണ്ടോ? തങ്ങളാപ്പ 100 കണക്കിന് ആളുകൾക്ക് നടുവിൽ. അതാണ് ശിഹാബ് തങ്ങൾ. അവിടെ ചെല്ലുമ്പോ ബസറയൊക്കെ കാരക്കേറ്റാണ് അതല്ല ചെങ്ങായിയെ, തങ്ങൾക്ക് നിന്റെ കണ്ണിൽ തങ്ങൾ അപരിചിതനാണ്. നിന്നറിയില്ല എന്നാവും എന്റെ വിചാരം. പക്ഷെ തങ്ങൾക്ക് അപരിചിതം എന്ന വാക്ക് അറിയില്ല.
ആര് ചെന്നാലും തങ്ങൾക്ക് പരിചയമുള്ള ആളായിട്ടാ തങ്ങള് പെരുമാറുക. അപ്പോഴേ വന്നു എന്നൊക്കെ ചോദിക്കും. അത് കണ്ടിട്ട് ഞാനിപ്പോ വന്നിട്ടുള്ളൂ അബ്ദുള്ള ബേക്കിലുണ്ടെന്നൊന്നും പറഞ്ഞുവിടണ്ട. മനസ്സിലാവുണ്ടോ? ചിലപ്പോ എന്നോട് ചോദിക്കും, നീ ആരാണ്? എന്താ പറയാ? സാഹിബിന്റെ ഡ്രൈവറാണ്. കാരണക്കുറ്റിക്ക് ഞാനൊന്ന് തരും. ഉളുപ്പില്ലാത്തവനെ അത് പറയരുത്, അത് പറയാനാ പന്നെ അങ്ങോട്ട് വിളിച്ചത്. നീ കയറി ചെന്നിട്ട് നീ ആരാ എന്ന് ചോദിച്ചാ ഞാൻ ഓബ്ദുള്ള ഡ്രൈവറാണ് പറയണ്ട. മനസ്സിലായോ? ഞാൻ ഈ ഓബ്ദുള്ള ഡ്രൈവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നോടുള്ള രണ്ടാമത്തെ ചോദ്യം അബ്ദുള്ള സാഹിബ് കൂടെ വന്നിട്ടുണ്ടോന്നാ. എന്താ പറയാ? ശമ്പളം തരുന്നത് ഉളുപ്പില്ലാത്തവനെ ഇങ്ങ് വേടാ. എടാ അബ്ദുള്ള സാഹിബ് വന്നിട്ടുമില്ല, ഇജു അബ്ദുള്ള സാഹിബിന്റെ ഡ്രൈവറും അല്ല. മനസ്സിലായോ? മോളെ പറയണം തങ്ങളോട്. തീരുമാനമായി. ഡ്രൈവർ പറഞ്ഞു, ശിഹാബ് തങ്ങളെ മോത്തോക്കിപ്പോ എങ്ങനെ കളവ് പറയാ? ആയിക്കോട്ടെ, എങ്ങൾക്കും വേണ്ടി ഇനിയിപ്പോ ഇത്രയൊക്കെ ചെയ്ത് എനിക്കിപ്പോ അത് ചെയ്യണൊരു വിഷയമല്ലല്ലോ എന്ന് കരുതി ചെങ്ങായി കൊടപ്പനക്കൽ വീടിന്റെ പടി അങ്ങോട്ട് നേരങ്ങ് ചെന്നതാ. പോയതിനേക്കാളേറെ വേഗത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു, തങ്ങൾ മൊഴിഞ്ഞിടുന്നു, കഴിഞ്ഞതെല്ലാം തങ്ങൾ മറന്നിടുന്നു, തങ്ങൾ മറന്നിടുന്നു. വാർത്ത കേട്ട് ഞെട്ടിടുന്നു, കൽബകം പിടഞ്ഞിടുന്നു, കേട്ട കാര്യം വിശ്വസിച്ചിടാതെയിരുന്നു. പാതകാട്ട് തങ്ങളാണ്, പാപങ്ങൾക്ക് താനെയാണ്, പാതകാട്ട് മുന്നിൽ നിൽക്കും സയ്യിദരാണ്. വാർത്ത കേട്ട് ഞെട്ടിടുന്നു, കൽബകം പിടഞ്ഞിടുന്നു, കേട്ട കാര്യം വിശ്വസിച്ചിടാതെയിരുന്നു. പാതകാട്ട് തങ്ങളാണ്, പാപങ്ങൾക്ക് താനെയാണ്, പാതകാട്ട് മുന്നിൽ നിൽക്കും സയ്യിദരാണ്. നിങ്ങളെ വിളിച്ചിടുന്നു, തങ്ങൾ വിളിച്ചിടുന്നു, സ്നേഹമധുരിതമായി തങ്ങൾ മൊഴിഞ്ഞിടുന്നു. വിളിച്ചിടുന്നു, തങ്ങൾ വിളിച്ചിടുന്നു, സ്നേഹമധുരിതമായി തങ്ങൾ മൊഴിഞ്ഞിടുന്നു. ചെങ്ങായി പോയതിനേക്കാളേറെ സ്പീഡിൽ തിരിച്ചു വന്നിട്ട് കാറിന്റെ ഡോറിന് മെല്ലെ മുട്ടി. അപ്പൊ അബ്ദുള്ള സാഹിബ് മെല്ലെ നോക്കുമ്പോ ചെങ്ങായി വന്ന് എന്താ പോയില്ലേ? ഡോറ് മെല്ലെ തുറന്നു. എന്തേ പോയില്ലേ? പോയി. പിന്നെന്തേ തിരിച്ചു വന്നത്? അത് ശിഹാബ് തങ്ങള്. എന്താടോ ഇതെന്താ ആട് പൂർണ്ണ മാതിരി കുറച്ചിച്ച പറയുന്നത്? എന്താ പ്രശ്നം? ഡ്രൈവർ പറഞ്ഞു, ശിഹാബ് തങ്ങള് നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഓ അബ്ദുള്ള സാഹിബ് ചെങ്ങായിനെ അങ്ങോട്ട് പിടിച്ചിട്ട് ചോദിച്ചു, ഇവിടെ വാടോ, എന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞയച്ചത്? എടാ ഉളുപ്പില്ലാത്തവനെ, പാണക്കാട് തങ്ങളോട് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറയരുത് എന്ന് പറഞ്ഞിട്ടല്ല എന്നെ കുന്തത്തിന് പറഞ്ഞയച്ചത്. ഡ്രൈവർ പറഞ്ഞു, അങ്ങനെ പറയണമെന്നുള്ള ഒരു ദുരുദ്ദേശം എനിക്കുണ്ടായിട്ടില്ല, ഞാൻ അങ്ങനല്ല പോയത് അബ്ദുള്ള സാഹിബ്. എന്റെ അവസ്ഥകൾ മനസ്സിലാക്കണം. എന്തവസ്ഥ? നിങ്ങൾ പറഞ്ഞല്ലോ ശിഹാബ് തങ്ങൾ ചോദിച്ചാല് ഡ്രൈവറാണെന്ന് പറയണ്ട, അബ്ദുള്ള കൂടെ വന്നിട്ട് പറയണ്ട. ഇതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാ ഞാൻ പോയത്. പക്ഷെ ഞാൻ കൊടപ്പനക്കൽ വീടിന്റെ പടി അങ്ങോട്ട് ചവിട്ടിയ പൊട്ടിയപ്പോ ആ വട്ടമേശയുടെ ചുറ്റും നൂറുകണക്കിന് ആളുകൾ നീറുന്ന നൂറ് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക. ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു തള്ള മക്കളെ കെട്ടിക്കാൻ കഴിയാത്ത ഹൃദയ ദുഃഖത്തിന്റെ വ്യതയേറുന്ന കഥ അതിങ്ങനെ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ട് ഞാൻ അങ്ങനെ തരിച്ചു നിന്നുപോയി. ആ തള്ളന്റെ സങ്കടത്തിന് ഫാത്തിഹ വിളിച്ചിട്ട് സമാശ്വാസത്തിന്റെ വാക്ക് നൽകി സാന്ത്വനം പകർന്ന് ശിഹാബ് തങ്ങൾ പറഞ്ഞേക്കുന്ന രംഗം കണ്ടപ്പോ എന്തൊരു ആനന്ദത്തിന്റെ പൂത്തിരി കത്തിച്ചിട്ട് ആ അമ്മ മടങ്ങുന്നത്. ഞാൻ ചിന്തിച്ചു, പടച്ചോനെ, ഇത് അവതരിപ്പിച്ചൊരു വല്ലാത്ത സമാധാനത്തിന്റെ ദൂതനാണല്ലോ. ഞാനിങ്ങനെ അത് കേട്ടിങ്ങനെ തരിച്ചു നിൽക്കുമ്പോ ഈ പാവപ്പെട്ട തള്ളന്റെ കേസ് കഴിഞ്ഞ് പിന്നെ ചെല്ലുന്നത് വെള്ള കതിറിട്ട ഒരു ചെങ്ങായിയാ. കോടിക്കണക്കിന് ഉറുപ്പിക ബിസിനസ്സിൽ പൊട്ടിപ്പോയിട്ട് ആ സങ്കടം തങ്ങളെ കരികിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ആ രണ്ടാമത്തെ ദുഃഖത്തിന്റെ കഥ കൂടി കേട്ടപ്പോ ഞാനാകെ ആശ്ചര്യപ്പെട്ട് ദുഃഖിതനായി നിൽക്കുകയാണ് അബ്ദുള്ള സാഹിബ്. ആ കഥ പര്യവസാനിക്കും മുമ്പാണ് വീട് വെക്കാൻ കഴിയാത്തവന്റെ പൊള്ളുന്ന വേദനയുടെ കഥ പറയാൻ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനത അവിടെ വന്നുകൊണ്ട് കഥ പറയുന്നു. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് എല്ലാ സങ്കടങ്ങളും കേട്ടിട്ട് സമാശ്വാസത്തിന്റെ നീരുറവ നൽകി പാണക്കാട്ട വലിയ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്
ആരാണ് എപ്പോഴാ വന്നത് എന്ന ഒരു ചോദ്യം. അബ്ദുള്ള സാഹിബേ, ഞാൻ പറയാൻ പോണത് നിങ്ങൾ ദയവ് ചെയ്ത് വിശ്വസിക്കും. ആ പുഞ്ചിരിക്കുന്ന പൂമുഖത്ത് നോക്കി കളവ് പറയാൻ ഒരു മുഅ്മിനായ മനുഷ്യന് സാധ്യമല്ല. എന്നോട് ചോദിച്ചു, നീ ആരാ? ഞാൻ പറഞ്ഞു പോയി, ഞാൻ അബ്ദുള്ള സാഹിബിന്റെ കൂടെ ഗൾഫാർ മുഹമ്മദിനെ കൂട്ടാൻ വന്നു. ഉടൻ എന്നോട് ചോദിച്ചു, ഗൾഫാറിനെ കൂട്ടാനോ? അബ്ദുള്ള സാഹിബ് വരുന്നാണല്ലോ പറഞ്ഞത്, വന്നിട്ടില്ലേ? ഞാൻ പറഞ്ഞു, തങ്ങളെ വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ടേക്ക് തങ്ങൾ വിളിക്കരുത്, കാരണം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എന്നോട് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞതാണ്. അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ, ദയവേത് വിളിക്കണ്ട. പാണക്കാട് ശിഹാബ് തങ്ങള് ഈ ഡ്രൈവറെ വിളിച്ചിട്ട് പറയാ, മോനെ എന്താ പറയും, നിന്റെ പേരിന്റെ മുറ്റത്ത് ഒരാള് വന്നിട്ട് ഇങ്ങോട്ട് വിളിക്കണ്ടെന്നോ? നീ ഓനെ വിളിക്ക്, ഞാൻ എണീക്കണോ, ഞാൻ പോണോ എന്ന് ചോദിച്ചിട്ട് ആ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുമ്പോ തങ്ങളോട് ഇരുന്നോളി, ഞാൻ പോയിക്കോളാം, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നറുമണ നൈർമല്യമുള്ള ഹൃദയത്തിന്റെ ഉടമയായ മനുഷ്യന് നിങ്ങളെ കുറിച്ച് ഒരു സന്ദേഹമോ സംശയമോ ഇല്ല. നിങ്ങളൊക്കെ എന്തൊക്കെ എഴുതിവിട്ട ആ മനുഷ്യനല്ല ആ വട്ടമേശക്കരികിലിരിക്കുന്ന പാണക്കാട്ട് വലിയ തങ്ങൾ. നിങ്ങൾ എന്നെ പഠിപ്പിച്ച ശിഹാബ് തങ്ങളല്ലാതെ അബ്ദുള്ള വന്നിട്ടുണ്ടോ എന്ന് കേൾക്കുമ്പോഴേക്ക് മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി ഹൃദയത്തിന്റെ നിഷ്കളങ്കമായ നിർമ്മലമായ ഉള്ളിൽ നിന്ന് ഉറവ പൊട്ടിയ സ്നേഹത്തിന്റെ അമൃതധാരയാണ്. ഒരു തർക്കമില്ലേ ഇതിൽ? ഞാൻ ആ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്നോളെ, അങ്ങനെ ഞാൻ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു. എനിക്ക് അവിടെ നിങ്ങളൊരു വിലയായില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ദയവേത് എന്നോട് നിങ്ങൾ പിണങ്ങരുതിട്ടാ. ഒന്ന് പാണക്കാട് അവിടേക്കൊന്ന് നിങ്ങൾ വരണം. അബ്ദുള്ള സാഹിബാണ് ഇഞ്ഞ് പറയാൻ പോണത്. അബ്ദുള്ള സാഹിബ് പറയാ, എന്റെ അഹങ്കാരം സമ്മതിച്ചില്ല. ആര്? അബ്ദുള്ള സാഹിബ് പറയാണ്, എന്റെ അഹങ്കാരം സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞാൻ സീറ്റിൽ നിന്ന് എണീറ്റില്ല. ഡ്രൈവറോട് പറഞ്ഞു, പോടോ, താങ്കളോട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞേക്ക്. ഒന്നും ഉണ്ടായിട്ടല്ലടാ, അഹങ്കാരാണെന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷെ ഇജിപ്പോ പറഞ്ഞല്ലോ, എനിക്ക് തങ്ങളെ മുമ്പിൽ ഇഞ്ഞി നിൽക്കാൻ മടിയാണ്. തങ്ങൾക്കൊരു പ്രശ്നമില്ല. എടാ, തങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ചെങ്ങായി, അത് പാണക്കാട്ട തങ്ങളാ. അപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത്. സോറി, ഇജ് പറഞ്ഞേക്ക്, എനിക്ക് വരാനുള്ള മടി കൊണ്ടാണ് ഞാൻ വരാത്തത്. ഡ്രൈവർ നേരെ ചെന്നിട്ട് ശിഹാബ് തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ വരാൻ മൂപ്പർക്ക് ഒരു മടിയുണ്ട് തങ്ങളെ. അപ്പൊ ശിഹാബ് തങ്ങൾ പറഞ്ഞു, എടോ, ഒരു വട്ടം വിളിച്ചാലൊന്നും ആള് വരൂല, മടി ഉണ്ടാവും. കാരണം ഓൻ എഴുതിയത് ഓനക്കല്ലേ അറിയുള്ളൂ, എനിക്ക് മനസ്സിൽ ഒന്നുമില്ല എന്നൊന്ന് നീ പോയി പറയ് എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവർ രണ്ടാമത് തവണയും അബ്ദുള്ള സാഹിബിന്റെ അരികിലേക്ക് എത്തി. കേൾക്കണേ അബ്ദുള്ളന്റെ അടുത്ത് എത്തിയിട്ട് വീണ്ടും പറഞ്ഞു, നിങ്ങളെ തങ്ങൾ വിളിക്കും, നിങ്ങൾ ദയവ് ചെയ്ത് എന്താണ്, ഒന്ന് വരി എന്നൊക്കെ പറഞ്ഞ അബ്ദുള്ള സാഹിബ് പറയാം, ഞാൻ അറിയാതെ സീറ്റിൽ നിന്ന് എണീറ്റ് പോയി. ഞാൻ എണീറ്റ് 2 അടി മുന്നോട്ട് നടന്ന്, ഈ കഥയിൽ കൃത്രിമത്വം ഉണ്ടാകാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിലെ ചില വ്യക്തികളെ ഞാൻ പറയാം, അതുകൊണ്ട് വേറെ തെറ്റിദ്ധാരണങ്ങൾ ഉണ്ടാവരുത്. 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോ അബ്ദുള്ള സാഹിബ് ഡ്രൈവർ ഇവിടെ വാ, ശിഹാബ് തങ്ങൾ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്കറിയാം, കുഞ്ഞാപ്പ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്നാണ് അറിയുന്നത്. അത് ആദ്യം പറയണ്ടേ? ഇവിടെ ശിഹാബ് തങ്ങൾ ചിലപ്പോ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ ആ ചെങ്ങായിന്റെ മുമ്പ് ഞാൻ എങ്ങനെ പോവുക? രാഷ്ട്രീയത്തിൽ കൊണ്ടും കൊടുത്തും പരിചയമുള്ള ആൾക്കാരെ ഒലിജിത് ആദ്യം പറയണ്ടേ? ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ വരൂ, ഞാനില്ല. അബ്ദുള്ള സാഹിബ് എഴുതിയ വരിയാട്ടത് ഞാൻ ചേർത്തിയതൊന്നല്ല. കുഞ്ഞാലിക്കുട്ടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, പോയിക്കോ, ഞാനില്ല, കാരണം വെറുതെ ആവും വന്നതൊക്കെ, ഗൾഫാർ മുഹമ്മദെല്ലാം കാണാൻ ഞാൻ വന്നിട്ടുണ്ട്, നാളെ ചന്ദ്രിക എഴുതൂലേ, പോ അവിടുന്ന് എന്ന് പറഞ്ഞ് ഇയാള് തിരിച്ചു പോകുന്ന കാറിൽ നിന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് വേറൊരാള് ആ കാറിന്റെ മുറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക. ഒരു പാവം, ഒരു സാധു. കുറെ നേരം ഇങ്ങനെ അബ്ദുള്ള സാഹിബിനെ നോക്കി, അബ്ദുള്ള സാഹിബ് ഇയാളി നോക്കി. ആ നോട്ടത്തിൽ ഒരു പന്തിയോട് കണ്ടപ്പോ മെല്ലെ ഇറങ്ങി. എന്താണ്, ആരാ? അല്ല, ഞാനും ഇപ്പൊ അതന്നെ നോക്കണത്. ഇജാരാ? ഞാൻ അബ്ദുള്ള. ഏത് അബ്ദുള്ള? ഓ അബ്ദുള്ള. ഇജ് ഏത് അബ്ദുള്ള? ഇത് എനിക്കെന്താടോ? അല്ല, നിങ്ങളാരാ? അല്ല, ഞാൻ ആരാന്നിപ്പോ ഇജ് ചോദിക്കാൻ, ഞാൻ ആരാന്ന് എനിക്കറിയില്ല.
എടാ, ഈ കൊടപ്പനക്കല വീട്ടിൽ ഈ രാജ്യത്തിന്റെ അധികാര അധീശത്വത്തിന്റെ നിയന്ത്രണ ചെങ്കോലേന്തുന്ന ഏത് പ്രമുഖ വ്യവസായിയും പ്രധാനമന്ത്രിയും വന്നാലും, ഈ രാജ്യത്ത് അവശത അനുഭവിക്കുന്ന ഏത് പാവപ്പെട്ടവും വന്നാലും ഇവിടെ ഒരേ നിറം, ഒരേ മണം, ഒരേ രുചിയുള്ള കട്ടൻ ചായ കൊടുക്കണ പാണക്കാട്ട് അലവിന്ന് വെച്ച് കേട്ടിക്കണോ? അതാണ് ആ ആളാ ഞാൻ. അബ്ദുള്ള സാഹിബിന് വല്ലാത്തൊരു ബഹുമാനം തോന്നി. നിങ്ങളെ അലവിയാക്കലേ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അജ് കേട്ടതൊക്കെ ഇപ്പൊ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പൊ എന്തിനാ വന്നതെന്ന് എനിക്കറിയോ? ഇല്ല. എടോ, ഈ കൂട്ടാൻ വന്ന ഗൾഫാർ മുഹമ്മദ് അലി അവിടെ ഉള്ളിൽ ചായ കുടിക്കുക, നാസ്താക്കുക. ഞാൻ തങ്ങൾക്ക് ചായ കൊടുക്കുമ്പോ തങ്ങൾ കുറെ നേരമായി ഒരാളോട് ഇങ്ങനെ അബ്ദുള്ളാനെ വിളിക്കുന്നു പറയണേ. ഞാൻ എന്റെ ചെവി കൊണ്ട് കുറെ നേരമായി കേൾക്കണേ. ഞാൻ തങ്ങൾക്ക് ചായ ഇട്ട് കൊടുത്തിട്ട് തങ്ങൾ ആ പാത്രത്തിലേക്ക് ഭക്ഷണം ഇടാതെ ഞാൻ അബ്ദുള്ള വന്നിട്ട് കഴിച്ചോളാം എന്ന് പറയുമ്പോ ശിഹാബ് തങ്ങൾ വിളിച്ചിട്ട് വരാത്ത പൊർമണി ആരാടാ എന്നറിയാൻ വേണ്ടി ഒന്ന് വന്നതാ. ഇജ്ജപ്പാള് കേറി വാ. എന്റെ വലിയ തങ്ങള് ഈ വരാത്തത് കൊണ്ട് ചായ കുടിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായോ? ഓ അബ്ദുള്ള സാഹിബ് പറയാം, എന്റെ മനസ്സിലുള്ള എല്ലാ സങ്കല്പങ്ങളും വഴിമാറി. അറിയാതെ ഞാൻ എണീച്ചു. ഞാൻ ചെല്ലാഞ്ഞിട്ട് ചായ കുടിക്കാത്ത കേരളത്തിലെ സമകാലിക കേരളത്തിലെ വർത്തമാന കാലഘട്ടത്തിലെ ഓണക്കാട്ട് വലിയ തങ്ങള് ഞാൻ ചെല്ലാത്തത് കൊണ്ട് ചായ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അറിയാതെ ഞാനങ്ങ് നടന്നുപോയി. ഞാനങ്ങ് നടന്നു ചെല്ലുമ്പോ കടപ്പനക്കൽ വീടിന്റെ പടിയും കടന്നത് മന്ദമാരുതനായി ഒരു പൂച്ചൊലിച്ചവർക്ക് പൂക്കാലം സമ്മാനമായി നൽകിയ പുഞ്ചിരി ചോദിച്ചവർക്ക് വല്ലാത്ത അലകടൽ സമ്മാനിച്ച കേരളത്തിലെ മുസ്ലിം കേരളത്തിന്റെ അവസാന വാക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. നേരിട്ടങ്ങ് നടന്നു വന്ന് ആ കൈ പിടിച്ച് തോള് പിടിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഓ അബ്ദുള്ള സാഹിബ് പറയാ, ഞാൻ എന്റെ മനസ്സിൽ എഴുതി വെച്ചു, പടച്ചോനെ അസീസ് മൗലവി പറഞ്ഞത് എത്ര ശരിയാണ്. അതുകൊണ്ട് ഓ അബ്ദുള്ള സാഹിബ് ഒരു ശീർഷകം എഴുതി. ആ ശീർഷകം ഇങ്ങനെയാണ്, ആ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്. ആ ഹെഡ്ലൈനാണ് ഈ കഥ എടുത്തത്. അദ്ദേഹം എഴുതി, പാണക്കാട് തങ്ങളെ വിമർശിക്കുന്നവർ തങ്ങളെ കുറിച്ച് അറിയാത്തവർ മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അബ്ദുള്ള സാഹിബ്. അങ്ങനെ 100 കൂട്ടം കഥകളുണ്ട് ശിഹാബ് തങ്ങളെ കുറിച്ച്. ഹസനാജിയുടെ കഥ നിങ്ങൾ കേട്ട കഥയാ. പക്ഷെ അതിലൊരു ആവിഷ്കാരത്തിന്റെ കുറവുണ്ട്. JDT-യിലായിരുന്നല്ലോ ഹസനാജി. ഹസനാജിക്ക് പറ്റിയത് ചെറിയ ഒരു പിഴവ. എന്താ? തങ്ങളെ കൂടെ എപ്പോഴും പോകും. അതിന്റെ ഇടയ്ക്ക് എന്റെ സംഘാടകര് ഈ പാട്ടപ്പിരിവ്, ഉസ്താദേ പാട്ടപ്പിരിവ് പോണില്ലേ? പാട്ടപ്പിരിവ് സംഘാടകര് നിങ്ങളെ സമീപിക്കും. ഞാനത് പറയുമ്പോൾ സാമ്പത്തികമായി നിങ്ങളെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കാതികന്മാരായാൽ ഞങ്ങൾക്ക് പൈസ കിട്ടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. 10 പൈസ ഈ കഥാപ്രസംഗത്തിന്റെ പേരിൽ നിങ്ങൾ ഞമ്മക്ക് തരണ്ട. അത് ഞാൻ സംഘാടകരെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കോളാം. അതുകൊണ്ട് കേട്ടോ, നിങ്ങളെ കൊണ്ട് കഴിയണ ഒരു സംഖ്യ, സൗണ്ട് ഇല്ലാത്ത പൈസ നിങ്ങൾ ഇട്ടിട്ട് സഹകരിക്കണം എന്ന് പ്രത്യേകം. പൈസന്റെ കയ്യിലുണ്ട്. എന്താ ഞാനെന്റെ സ്വതക്കെന്നല്ലേ പൈസ ഇരുന്നൊക്കെ ബിസ്മില്ലാഹിർ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ നിങ്ങളൊക്കെ പരമാവധി സഹകരിക്കണം എന്ന് പ്രത്യേകം. വേറെ ഒന്നും അതിൽ കൂടുതലായിട്ട് പറയാനില്ല അല്ലെ? വേറെ ഒന്നും പറയണ്ടല്ലോ അല്ലെ? പിന്നെ ഹസനാജി ശിഹാബ് തങ്ങൾ എപ്പോഴും കൂടെ പോണത്. ഇപ്പൊ എന്റെ കൂടെ വരുന്ന 2 പൊർമാണികളാണ് ഇവര്. എന്റെ ഏറ്റവും വലിയ ഡിമെറിറ്റ്സ് ഒക്കെ കിട്ടാൻ ഇവർക്കാ ചാൻസ്. എന്റെ കുറ്റങ്ങള്, കുറവുകള്, ഞാൻ എവിടെ പോണു, ഞാൻ എവിടുന്ന് വരുന്നു, എനിക്ക് എത്ര പൈസ കിട്ടുന്നു, എന്റെ ശമ്പളം എത്രയാണ്, ഇതൊക്കെ ചാരപ്പണി എടുക്കാൻ പറ്റിയ ആൾക്കാർ ഇവരാ. ഹസനാജി ശിഹാബ് തങ്ങളെ കൂടെ പോണുണ്ട്. തങ്ങൾ എവിടെ വരുന്നു, തങ്ങൾ എവിടെ പോണു, ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ മൂപ്പർക്ക് തോന്നി, ശിഹാബ് തങ്ങൾ എവിടെ പരിപാടി ഉണ്ടോ അവിടെ ഉദ്ഘാടനം തങ്ങളാ. ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് എന്ത് കിട്ടും? പൈസ. ഈ പൈസ അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ഗിഫ്റ്റ്, സമ്മാന പൊതികള്, പാരിതോഷികങ്ങള്, ഇതൊക്കെ തങ്ങൾ എവിടെയാ കൊണ്ടുപോയി വെക്കുന്നത് എന്ന് ആലോചിച്ചിട്ടൊരു തലവേദന ഉണ്ടായി ഹസനാജി.
ഇതെവിടെ കൊണ്ടുപോയേക്കണം അറിയാൻ വല്ലാത്ത ആശങ്ക. പാണക്കാട്ടെ തങ്ങന്മാർക്ക് എന്താടോ പണി എന്ന് ചോദിക്കുന്ന നാക്കിട്ടടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ കഥ നിരൂപത്തിന് ഞാൻ സൈസാക്കി തരാം. വിമർശനായിട്ടല്ല, അങ്ങനെ കൂട്ടിയാലും എനിക്ക് ഈ വിഷയത്തിൽ ഈ കഥയിൽ ഒരു കുഴപ്പവും എനിക്കില്ല. ഹസ്സനാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കരുതിയത് ഇത് മാത്രമാണ്. പാണക്കാട് തങ്ങൾ ഈ പൈസയൊക്കെ എവിടെയാ കൊണ്ടുപോയി വെക്കുന്നത് എന്ന് ചോദിച്ച് അവസാനം തങ്ങളെ ഈ പണി ശരിയല്ല എന്ന് നേരിട്ട് തങ്ങളോടൊന്ന് പറയാൻ ഹൃദയത്തിൽ ഉത്കടമായ ഒരാഗ്രഹമുണ്ട്. പക്ഷെ അത് നേരിട്ട് പറയാൻ വല്ലാത്തൊരു വൈമനസ്യമുണ്ട്. അതുകൊണ്ട് ഹസ്സനാജി പാണക്കാട്ടെ വലിയ തങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു കത്തെഴുതി. എത്രയും സ്നേഹസ്വരൂപനം തങ്ങൾ കണ്ടീതു വായിക്കുവാൻ സ്വന്തം ഹസ്സൻ എഴുതുന്നു അരുളുന്നു പറയുന്നു ആദ്യമായി അങ്ങേക്കായിരം സ്നേഹസ്വരൂപനം തങ്ങൾ കണ്ടീതു വായിക്കുവാൻ സ്വന്തം ഹസ്സൻ എഴുതുന്നു അരുളുന്നു പറയുന്നു ആദ്യമായി അങ്ങേക്കായിരം എഴുതിയറിയിക്കുവാൻ കാര്യങ്ങൾ പലതുണ്ട്. എഴുതുകയാണെങ്കിൽ വിഷമങ്ങൾ പാടുണ്ട്. എന്നുടെ മനസ്സിന്റെ സങ്കടം അതുകൊണ്ട് കഥയുണ്ട്. അങ്ങീതാറിഞ്ഞിടണേ അരുമപ്പൂവാം തങ്ങൾ പറഞ്ഞിടണേ സന്തോഷത്താൽ ഉടനടി ഒരു മറുപടി തന്ന് സങ്കടം തീർത്തിടണേ സ്നേഹത്താലെ കത്ത് ചുരുക്കിടട്ടെ. എഴുതുകയാണെങ്കിൽ വിഷമങ്ങൾ പാടുണ്ട്. എന്നുടെ മനസ്സിന്റെ സംഗീതമതുകൊണ്ട് കൊള്ളുരുകുന്നോരു കഥയുണ്ട്. അരിമപ്പൂവാം തങ്ങൾ പറഞ്ഞിടണം സന്തോഷത്തിൽ ഉടനടി ഒരു മറുപടി തന്ന് സംഗീതം തീർത്തിടണം സ്നേഹത്താലൻ കത്ത് ചുരുക്കിയിടട്ടെ. സ്നേഹത്തിന്റെ ഭാഷയിൽ ചാലിച്ചെടുത്ത ഒരു കത്ത് പാണക്കാട്ടെ തങ്ങൾക്ക് എഴുതി ഹസ്സനാജി തങ്ങളെ വളരെ വിനീതമായി, എന്റെ മാത്രമല്ല തങ്ങളെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരുപാട് അഭ്യുദയകാംക്ഷികളുടെ മനസ്സിലെ ഒരു വികാരമാണ് വരികളിലേക്ക് പടർത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എവിടെ ചെന്നാലും തങ്ങൾ ആദരണീയരാണ്. തങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞാൽ തങ്ങൾക്ക് ഈ സമൂഹം നീട്ടിവെക്കുന്ന സമ്മാന പൊതികളിൽ പണമുണ്ട്, പൊന്നുണ്ട്, അതിന്റെ അപ്പുറത്തുള്ള സാധനങ്ങളൊക്കെയുണ്ട്. പക്ഷെ ശിഹാബ് തങ്ങളെ ഇതൊക്കെ സമുദായത്തിൽ അധ്വാനിക്കാതെയാണല്ലോ അങ്ങ് വാങ്ങിക്കൂട്ടുന്നത്. ഇതൊക്കെ എവിടെയാ നിങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത്? ഇത്രയൊക്കെ സമ്പാദിക്കണം എന്നറിയേണ്ട ഒരു മൗലികാവകാശം അങ്ങയുടെ കൂടെ നടക്കേണ്ടുന്നത് എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുക. അതുകൊണ്ട് തങ്ങള് സ്നേഹബുദ്ധിയ ഇതിനെ മനസ്സിലാക്കി ഒരു മറുപടി എനിക്ക് തരണം എന്ന രീതിയിൽ ഒരു കത്തെഴുതി ആ കത്ത് പാണക്കാട് തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഈ മനുഷ്യൻ എഴുതിയിട്ട് പോക്കറ്റിൽ വെച്ചു. ഇത് ചാൻസ് കിട്ടിയാൽ കൊടുക്കണം. ഇത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യാനും സ്റ്റാമ്പ് ഒട്ടിക്കാനൊന്നും പറ്റൂല, നേരിട്ട് കൊടുക്കാനും പറ്റൂല. ഇത് എപ്പോഴെങ്കിലും ആരെങ്കിലും വഴി എങ്ങനെയെങ്കിലും ഇത് തങ്ങളെ കയ്യിലേക്ക് എത്തിയിട്ടതും തങ്ങൾ വായിക്കാനൊരു അവസരം ഉണ്ടായാൽ മതി എന്ന് കരുതി മൂപ്പര് കത്ത് പോക്കറ്റിലിട്ട് ദിവസങ്ങൾ ഇങ്ങനെ പോയി. അങ്ങനെ ഒരു ദിവസമാണ് ശിഹാബ് തങ്ങളെ കൂടെ ഒരു യാത്രയ്ക്ക് ഹസ്സനാജിക്ക് അവസരം ഉണ്ടാകുന്നത്. പോകുന്നത് പാണക്കാട് തങ്ങളെ കൂടെ പോകുന്നത്. ഈ മനുഷ്യന്റെ മനസ്സ് മുഴുവൻ ശിഹാബ് തങ്ങൾ ഇന്ന് പോണത് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന്. ഉദ്ഘാടനം കഴിഞ്ഞാൽ തങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും എന്നത് ഉറപ്പാ. ആ ഗിഫ്റ്റ് കിട്ടിയാൽ ആ ഗിഫ്റ്റിന്റെ കൂടെ ഈ കത്തും അങ്ങോട്ട് വെച്ചു കൊടുത്താല് സംഗതി ഉഷാലായി എന്ന് തീരുമാനിച്ചു പോയി. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു, ഗിഫ്റ്റും കിട്ടി. ഗിഫ്റ്റ് ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഒരു പൊന്നിന്റെ പെട്ടിയാണ്. ആ പെട്ടി നേരെ കൊണ്ടുപോയിട്ട് കാറിന്റെ സീറ്റിൽ വെച്ചു. ശിഹാബ് തങ്ങൾ ഇരിക്കുന്നു, ഹസ്സനാജി ഇരിക്കുന്നു. ഈ രണ്ടു പേരുടെയും മധ്യത്തിലായിട്ട് ഈ ഗിഫ്റ്റും ഇരിക്കുന്നു. യാത്ര ഇങ്ങനെ തുടരുക. ഈ ഹസ്സനാജി ആദ്യം പെട്ടി നോക്കും, പിന്നെ തങ്ങളെ നോക്കും. തങ്ങൾ പെട്ടി
പെട്ടി തങ്ങൾ. ഇങ്ങനെ അങ്ങനെ മാറി മാറി നോക്കുക. ഇടക്കിടക്ക് തങ്ങൾ എന്താ തങ്ങളെ ഫ്ലാഷ് അടിക്കാതെ അവനെ പോലെ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ചിരി ഉണ്ടല്ലോ, വെറുതെ കാപറ്റിയുള്ള ഒരു ചിരി എന്ന് പറയാ, അങ്ങനൊക്കെ ഉണ്ടല്ലോ. വെറുതെ ഇയാൾ ഇങ്ങനെ ചിരിച്ചുവിടുന്നുണ്ട്. എന്നെ പറഞ്ഞല്ലോ ബേജാറാവണ്ട, ഇങ്ങനെ അടിക്കുന്നുണ്ട് പാവം. പക്ഷെ ഈ തങ്ങൾ അറിയില്ല ഈ മനുഷ്യന്റെ മനസ്സിലെ കുരുട്ടെന്താന്ന്. ഇയാളിങ്ങനെ ഈ ജ്വല്ലറിന്റെ പെട്ടി ഒന്ന് എടുത്തു നോക്കണം, ഇതിലെത്ര പവനുണ്ട് എന്നറിയാനുള്ള ഒരു അധമ്യമായ ഒരു പൂതി. അതിങ്ങനെ ഇടക്കിടക്ക് എടുക്കണം, തങ്ങൾക്ക് ഇത് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ കരുതി ഇങ്ങനെ നിൽക്കുമ്പോ കുറച്ചങ്ങോട്ട് പോയിട്ടുള്ളൂ. തങ്ങൾ വണ്ടി ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞു, സ്റ്റോപ്പാക്കണം. ഹസ്സനാജിനോട് ചോദിച്ചു, തിരക്കുണ്ടോ? ഇല്ല. എനിക്കിവിടെ ഒരു മരിച്ച വീട്ടിൽ പോകാനുണ്ട്. നമ്മളൊരു പ്രവർത്തകൻ മരിച്ചിട്ടുണ്ട്, 3 അപ്പൊ എനിക്കൊന്ന് അവിടെ പോകണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലെങ്കിൽ ഞാനൊന്ന് പോയാലോ? തങ്ങളെ ഞാന് മുജാഹിദാണ്, നമുക്ക് അതൊക്കെ ശിർക്കല്ലേ. ഹസനാജി കാര്യം പറഞ്ഞു, ഞാൻ മുജാഹിദാന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, പിന്നെ എന്നെ പിടിച്ചു വെച്ച് കൊണ്ടുപോകണം, കണ്ണോക്കിന് മൂന്നിയൊക്കെ. ഞാൻ കാറിൽ കുത്തിരുന്നോളാം, നിങ്ങൾ പോയിട്ട് ദ്വയർന്നു വന്നോളി, നമുക്ക് വിഷയമുള്ള കാര്യമില്ല, ഞാൻ വണ്ടി കുത്തിരുന്നോളാം. ആയിക്കോട്ടെ, അഡ്ജസ്റ്റ് ചെയ്തു. തങ്ങള് ദ്വയർക്കാനും പോയി, ഈ മനുഷ്യൻ കാറിൽ ഇങ്ങനെ കുത്തിരിക്കുക. പാണക്കാട് തങ്ങള് വന്നു എന്ന് കേട്ട ഉടനെ ഒരു അനൗൺസ് ഇല്ല, ഒരു പള്ളിയിലും വിളിച്ചു പറഞ്ഞിട്ടില്ല, ഒരാളും പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, ഒരു മെസ്സേജും ഇല്ല. പക്ഷെ ജനങ്ങൾ ശിഹാബ് തങ്ങൾ വന്നു എന്ന വാർത്ത കേട്ട ഉടനെ ആ കുഗ്രാമത്തിൽ നിന്ന് വീടുകളിൽ നിന്ന് മുഴുവനൊക്കെ പെണ്ണുങ്ങളും ആണുങ്ങളും തൊള്ളോണ്ട് പറയാൻ തുടങ്ങി, എടി ആ വീട്ടിൽ വലിയ തങ്ങൾ വന്നിക്കണല്ലോ. ആൾക്കാര് കുട്ടികളെ എടുത്ത് ഓടുന്നവരുണ്ട്, അല്ലാതെ പണിയെടുത്തുകൊണ്ട് തുമ്പെടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് ശിഹാബ് തങ്ങളെ കാണാൻ വേണ്ടി ആൾക്കാരങ്ങ് ഇരച്ചു വരല്ലേ. ഒരു പ്രവാഹമായി ആ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ ആൾക്കാർ തമ്പടിച്ചിക്ക. ഇത് ഹസ്സനാജ് ഇങ്ങനെ കാണാൻ പാടിച്ച തമ്പുന വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ഇപ്പൊ ഒരു ജ്വല്ലറിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാ വരുന്നത്, ഇപ്പൊ മരിച്ച ഒരേ കയറിക്കണേ, ഇനിയിപ്പൊ ഇവിടുന്ന് എന്താ കിട്ടുകയാവോ വരുന്നു കഴിഞ്ഞാല് എന്നൊക്കെ കരുതി ഇതിങ്ങനെ നിൽക്കുക. കുറെ ടൈം തങ്ങളെ ഈ ഉമ്മത്ത് ശിഹാബ് തങ്ങൾ കേൾപ്പിച്ച പണി എന്താ? വിമർശകര് കാത് തുറന്ന് കേട്ടോളൂ. പാണക്കാട്ടെ തങ്ങൾക്ക് ഉമ്മത്തേൽപ്പിച്ച പണി പ്രാർത്ഥനയാണോ? അത് പ്രാർത്ഥിക്കാൻ യോഗ്യതയുള്ള ഒരു കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയതാണ്. അതാണ് ആദരവ്, അതാണ് നിയമം. അതെല്ലാവർക്കും കിട്ടൂല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് പടച്ചോൻ കൊടുക്കുന്ന ഒരു നിയമത്താ. ഈ ഉമ്മത്ത് ശിഹാബ് തങ്ങൾക്ക് കൊടുത്ത പണി പ്രാർത്ഥനയാ, തുറന്നു കൊടുക്കല, പള്ളിക്ക് തറക്കല്ലിടല, മദ്രസക്ക് തറക്കല്ലിടല. ഏത് നല്ല ചടങ്ങുണ്ടോ അതൊക്കെ ഓപ്പൺ ചെയ്യാൻ ദൈവം നിയോഗിച്ച, അള്ളാഹു നിയോഗിച്ച വലിയൊരു അനുഗ്രഹമാണ്. പ്രവാചകീയ പാരമ്പര്യത്തിന്റെ കൈവഴികളിലൂടെ മലയാള കരയ്ക്ക് ലഭിച്ച സുഹൃത്തും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതാ പാണക്കാട്ടെ തങ്ങള്. അത് വെറുതെ ഇങ്ങനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ആ പാണക്കാട് തങ്ങള് മരിച്ച വീട്ടിൽ വന്നാൽ സമാധാനമാണ്, കല്യാണപ്പേരിൽ പോയാൽ സന്തോഷമാണ്. എവിടെ തങ്ങളുണ്ടോ അവിടെ ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. അതാ തങ്ങള് മരിച്ച പേരിൽ കയറി വന്നപ്പോ കുടുംബക്കാർക്കൊക്കെ പാപ്പ മരിച്ചതൊക്കെ അങ്ങ് മറന്നുപോയി. കാരണം എന്താ? വന്നകാര പാണക്കാട്ടെ തങ്ങള്. പാപ്പ കബറിലാ കിടക്കണം, അതൊക്കെ അങ്ങ് മറന്നിട്ട് തങ്ങളെ അസ്സലാമു അലൈക്കും ഇരിക്കി, അൽഹംദുലില്ലാ തങ്ങള് പാപ്പ വന്നല്ലോ, അത് സന്തോഷം. ഫാത്തിഹ ജനങ്ങൾ ആമീൻ പറയാം. ചുരുങ്ങിയ മിനിറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോ ആൾക്കാർ കാത്തിക്കുക. എന്തിനാ? കൈ പിടിക്കുക. എന്നിട്ട് എന്താ? ദ്വരക്കണം, തങ്ങൾപ്പാപ്പ് ദ്വരക്കണം. ഇതെന്നടോ, ഇത് വെറുതെ ഒരു മോണാക്ട് ചെയ്യില്ല. ഞാന് എല്ലാരും ചെന്നിട്ട് പറയും, തങ്ങളെ കുട്ടികളില്ല, ദ്വരക്കണം, അല്ലാഹു സലാമത്താക്കട്ടെ. തങ്ങളെ വീടില്ല, അല്ലാഹു സലാമത്താക്കട്ടെ. തങ്ങളെ വൈഫ് ഗർഭിണിയാണ്, സുഖപ്രസവം ധരിക്കണം. ഇതിങ്ങനെ ചെന്ന് പറയുമ്പോ ഈ ഹസ്സനാജ് ഇതിങ്ങനെ കണ്ടു നിൽക്കുക. വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണല്ലോ അപ്പൊ ഇത്. ഇതൊന്ന് കിട്ടിയാലല്ലോ ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. കുറെ നേരമായി കാറിൽ കുത്തിരിക്കണേ. അവസാനം എല്ലാവരുടെയും സങ്കടങ്ങൾ കേട്ട് കാറിന്റെ ഡോറ് തുറന്ന് വലത്തെ കാലതിൽ കയറ്റിവെച്ച് യാത്രക്കൊരുങ്ങാൻ വേണ്ടി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിൽക്കുമ്പോഴാണ് വളരെ അകലെ നിന്ന് പ്രിയപ്പെട്ട പുന്നാരങ്ങളെ ായവരെ മഹബൂബരെ മലയാം തണിയേ
മഹബൂബരേ കല്യാണത്തിനായൊരു ഗതിയുമില്ല, വഴിയുമില്ല, കല്യാണത്തിനായൊരു ഗതിയുമില്ല, നടക്കാനൊരു വഴിയുമില്ല. നാരപൂനിധിയേ പാണക്കാട് ശിഹാബ് തങ്ങളെ കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോ തൊട്ടപ്പുറത്തുനിന്നൊരു ദയനീയമായ ഒരു വിളിയ, തങ്ങളെ. നല്ല തിരിഞ്ഞു നോക്കുമ്പോ ഒരു കൈലിമുണ്ടെടുത്തിട്ട് നന്നായി മാറുപോലും മറയാത്ത ഒരു വൃദ്ധയായ സ്ത്രീ ഇങ്ങനെ കൈയൊക്കെ കൂപ്പിപ്പിടിച്ച് ആ കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് ശിഹാബ് തങ്ങളെ മുമ്പിൽ നിന്ന്. തങ്ങളുപ്പാപ്പ, ഞാൻ അങ്ങ് കുറെ ദൂരെയാണ്. തങ്ങളുപ്പാപ്പ വന്നോന്നറിയാൻ ഒരുപാട് വൈകിപ്പോയിട്ടോ, എന്നോട് ക്ഷമിക്കണട്ടോ. ഞാനൊന്ന് തങ്ങളുപ്പാപ്പനെ കാണാൻ വന്നതാട്ടോ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ അമ്മ പറയണൊക്കെ എങ്ങനെ കേട്ടിട്ട് ആ തള്ളന്റെ കൈയിന്റെ വേറെ അവസാനിക്കുന്നില്ല. അതിന്റെ കണ്ണുകളിൽ ഇങ്ങനെ ദയനീയത അങ്ങനെ ഉറ്റി നിൽക്കുക. ശിഹാബ് തങ്ങളെ കണ്ട സന്തോഷം കൊണ്ട് ആ തള്ളക്ക് വാക്കുകൾ പോലും മുഴുമിക്കാൻ കഴിയാതെ നിൽക്കുന്ന രംഗം കണ്ട് ഹസനാജി കാരണമല്ല ഇറങ്ങി, ഇതെന്താ കേസ്? ആ തള്ള വീണ്ടും തന്റെ ദുഃഖങ്ങൾ പറയാ. ഒരുപാട് കാലമായി ഞാൻ പാണക്കാട് തങ്ങളെ കാണണമെന്ന് ഒരുപാട് കാലമായി കൊതിച്ചു നടക്കും. ഈ മരിച്ചു പോയ മനുഷ്യൻ എപ്പോഴും പറയും പാണക്കാട് തങ്ങളെ മധുഹേ പറയുക. ഒരു മോളുണ്ട് ഇനി തങ്ങളെ, ആ മോളെ കല്യാണം ശരിയാവാൻ എപ്പോഴും ഈ മനുഷ്യനോട് പറയാ, എനിക്കൊന്ന് പാണക്കാട്ട് പോയി പറഞ്ഞൂടെ, ഞാൻ എന്റെ കാര്യം എപ്പോഴും പാണക്കാട്ട് പറയലുണ്ട്. എനിക്ക് സന്തോഷായി. എന്റെ മോളെ കല്യാണമൊക്കെ ശരിയായി. പാണക്കാട് തങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അത് ശരിയായത്. അപ്പോഴേ എന്റെ മനസ്സിലൊരു മുറാദുണ്ട്, തങ്ങളുപ്പാപ്പനൊന്ന് കാണണം. ഇപ്പൊ വല്ലാതെ സന്തോഷായിട്ടോ, അത് പറയാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞ അമ്മ തിരിച്ചു. ശിഹാബ് തങ്ങൾ ആ അമ്മയെ തിരിച്ചു വിളിച്ചു. അത് പറയാനാണോ ഇത്രയും ദൂരം ഇവിടം വരെ വന്നത്? ആണ്, ഞാൻ പോയിക്കോട്ടെ. ശിഹാബ് തങ്ങൾക്ക് അവരെ വെറും കൈയോടെ മടക്കി അയക്കാൻ കഴിയാത്തതുകൊണ്ട് തങ്ങൾ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു, എന്തെങ്കിലും സങ്കടങ്ങൾ പറയാനുണ്ടോ? ഒന്നുമില്ലാലോ. എന്നാലും ആ അമ്മയുടെ കണ്ടം ഇങ്ങനെ ഇടറാൻ തുടങ്ങി. മംഗല്യനാളിൽ മനസ്സിന്റെ ഉള്ളിൽ ഹാരി പെരുത്തിടുന്നു, ഹാരി പെരുത്തിടുന്നു. ഇടം സ്വരത്താൽ പകരും മനസ്സാൽ വൃത്താമൊഴിഞ്ഞിടുന്നു, വൃത്താമൊഴിഞ്ഞിടുന്നു. വ്യഥയൊരു പിടി കണ്ണീരുമായി ചേരുന്നു കരത്തിൽ സാന്ത്വനമായി, വ്യഥയൊരു പിടി കണ്ണീരുമായി ചേരുന്നു കരത്തിൽ സാന്ത്വനമായി. മഹബൂബരേ ശിഹാബ് തങ്ങൾ ചോദിച്ചപ്പോ മറുപടി പറയാൻ കഴിയാതെ തള്ള വൃദ്ധമാതാവ്
അതിന്റെ സൗണ്ട് ഇങ്ങനെ ഇടറുക, തങ്ങളെ ഒന്നുമില്ല, ഞാൻ തങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നു തന്നെയാണ്, എനിക്കൊന്നുമില്ല പറയാന്, ഞാൻ പോയിക്കോട്ടെ. അല്ല, നിങ്ങൾക്ക് എന്തോ പറയാൻ? ആ അമ്മ പറഞ്ഞു, തങ്ങളെ എന്റെ മോളെ കല്യാണം ശരിയായിട്ടുണ്ട്, അപ്പൊ തങ്ങളെ കണ്ടിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ വേണ്ടി വന്നതാ ഞാൻ. എന്റെ മോളെ കല്യാണം അടുത്ത ആഴ്ച, 25 പവൻ ഞാൻ പറഞ്ഞു പോയതാ എന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി. പക്ഷെ ഒരു പവന് പോലും എന്റെ മോൾക്ക് കൊടുക്കാൻ ഇതുവരെ എന്റെ കയ്യിൽ ശരിയായിട്ടില്ല തങ്ങളെ. അപ്പൊ തങ്ങളുപ്പാപ്പാനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ വേണ്ടി വന്നതാ. പക്ഷെ ഈ ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടപ്പോ ആ അമ്മയുടെ കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകുമ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെല്ലെ തന്റെ ഡ്രൈവറെ വിളിച്ചു. എന്നിട്ട് കാറിന്റെ സീറ്റിൽ വെച്ചിരിക്കുന്ന ജ്വല്ലറിയുടെ ഉടമ കൊടുത്ത പെട്ടി മെല്ലെ കൊണ്ടുവരാൻ പറഞ്ഞു. ഹസനാജി പറയാ, ഞാൻ ആ പെട്ടി തങ്ങളൊന്ന് തുറന്നു നോക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുക. ഇതിൽ എത്ര പവനാണുള്ളതെന്ന് അറിയാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത് എത്ര പവനാ? ഈ തള്ളക്ക് വേണ്ടത് 25 പവനാ. ഇതിലെത്ര ഉണ്ടാവുക പടച്ച തമ്പുരാൻ അറിയാനുള്ള ആകാംക്ഷയോടെ ഹസനാജി ഇങ്ങനെ നിൽക്കുമ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ പെട്ടിയെടുത്തിട്ട് ആ അമ്മന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതില് എത്ര പവനുണ്ടെന്ന് എനിക്കറിയില്ല, ഞാനിത് തുറന്നു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കുമ്പോ നിങ്ങളെ മോളെ കല്യാണത്തിനുള്ള 25 പവൻ ഇതിലില്ലെങ്കിൽ നാളെ ഒരാളെ, ഇവിടെ കൂടി നിൽക്കുന്ന ആരെങ്കിലും ഒരാളെ നിങ്ങൾ പാണക്കാട്ടേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞ കാറിലേക്ക് ശിഹാബ് തങ്ങൾ കയറുമ്പോ പാണക്കാട്ടെ തങ്ങൾക്ക് താൻ എഴുതി വെച്ച കത്ത് ഹസനാജി അതങ്ങോട്ട് കീറിയിട്ട് പാണക്കാട് തങ്ങളുടെ കരം പിടിച്ചിട്ട് തങ്ങളെ പൊരുത്തപ്പെട്ടു തരണം. ശിഹാബ് തങ്ങളെ വിമർശിച്ചവരൊക്കെ തങ്ങളെ കുറിച്ചറിയാത്തവർ. അതാണ് പാണക്കാട് തങ്ങൾ. ഇത് വെറുതെ പറയല്ല. ഈ കഥ ഈ വിനീതനായ ഞാൻ അവതരിപ്പിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ നിങ്ങൾക്കറിയോ, ഏറ്റവും കൂടുതൽ ഈ കഥ ഓടിയിരിക്കുന്നത് വടകര നാദാപുരം ഏരിയകളിലാണ്. ഏറ്റവും കൂടുതൽ ഈ കഥ ശിഹാബ് തങ്ങളെ പാണക്കാട് തങ്ങൾ കീശയിൽ നിന്ന് ക്യാഷ് എറിഞ്ഞു കൊടുത്ത് പണിയെടുത്ത ഒട്ടനവധി വീടുകളുടെ കഥ രഹസ്യമായിട്ട് ഈ കഥ പറയാൻ തുടങ്ങിയുണ്ട്. എനിക്കറിയാം സഹോദരന്മാരെ, ഞാൻ അത് വെറുതെ പറയല്ല. പല വീടുകളിലും ഭക്ഷണം കഴിക്കാൻ പോയാല് ഓരോരുത്തര് മഹബത്ത് കൊണ്ട് കരഞ്ഞിട്ട് കൈപിടിച്ചിട്ട് പറയും, ആരോടും പറയാതെ ഇത്രയും കാലം ഞാനിത് സൂക്ഷിച്ചത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോ പാണക്കാട്ട് തങ്ങള് ഭക്ഷണം കഴിക്കാൻ വന്ന അന്ന് എന്റെ വീടിന്റെ അവസ്ഥ കണ്ടിട്ടാണ്, എനിക്ക് ക്യാഷ് തന്നിട്ടാണ് ഞാൻ ഈ വീടിന്റെ ചുമര് തേച്ചത്, ഞാൻ ഇവിടെ ടൈൽസ് ഒട്ടിച്ചത്, ഞാൻ ഇവിടെ സിമന്റ് വെച്ചത് എന്ന് പറയുന്ന നൂറുകണക്കിന് ആളുകളെ ഈ വിനീതൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ കഥ പറയാൻ തുടങ്ങിയിട്ട് 2 കൊല്ലായിട്ടു വിനീതൻ കണ്ടിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് അറിയാതെ സഹായം ചെയ്തു കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഈ കഥ പറയാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അവരാഗ്രഹിക്കുന്നുണ്ടാവില്ല. അള്ളാഹു എനിക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ. ഞാനിത് പറയുന്നതിൽ എന്തെങ്കിലും അഭംഗിയുണ്ടെങ്കിൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. അതാണ് പാണക്കാട് തങ്ങന്മാർ, അതാണ് ശിഹാബ് തങ്ങൾമാർ. അവിടെ 100 വാങ്ങുന്നുണ്ടെങ്കിൽ 100 ഇതിലെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരാളും മനസ്സിലാക്കണില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ കൊടപ്പനക്കൽ പോയിട്ട് നിങ്ങളെ സങ്കടം നിങ്ങൾ പറയണം. പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ പാണക്കാട് തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു കഥ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ അടുപ്പം ആരോടാ ഉണ്ടാവുക? ഞാനും അയ്യോ പോടാ അവിടുന്ന്. ജീവിതത്തിൽ ഏറ്റവും എളുപ്പം ഞാനും പോനോലോ, അതിന് വേറെ ആരെങ്കിലും ഇല്ലാണ്ടായി നോക്കണ്ടേ അല്ലെ? നമ്മളൊരു പാട്ട് പാടല്ലേ, അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിനും സഖിയാണോരേ. ആരാ?
സഖി അല്ലെ? അള്ളാഹു റസൂലും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടാവുക ഭാര്യമാരോടാണ്. ഇന്നതില്ലാതെ പോയതിന്റെ കാരണക്കാരും നമ്മൾ തന്നെയാണല്ലേ? അങ്ങനെയാണല്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് സ്വർഗത്തിൽ പോലും ഇനി എനിക്ക് വേറെ ഒരാളും വേണ്ട, എന്റെ ഭാര്യ തന്നെ എനിക്ക് സ്വർഗത്തിൽ കിട്ടണം എന്ന് ഭർത്താവും, എന്റെ ഭർത്താവ് തന്നെ എനിക്ക് നാളെ സ്വർഗത്തിൽ കിട്ടണമെന്ന് ഭാര്യയും ആഗ്രഹിച്ച അഭിലഷണീയമായ അനുരാഗത്തിന്റെ മുത്തുകൾ കൊണ്ടാണ് ദാമ്പത്യം കോർത്തെടുത്തത്. ഇന്ന് കഥയാകെ മാറി. ഇപ്പൊ ഒരു തമാശക്ക് പറയാം, ഒരു ഉസ്താദ് പള്ളിക്കല് വയലുണ്ടായപ്പോ പ്രാർത്ഥിക്കുകയാണ്, റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ ഭൗതിക ലോകത്ത് ആനന്ദദായക സന്തുഷ്ട കുടുംബ ജീവിതം നയിച്ച് ദാമ്പത്യ ജീവിതം പ്രഫുല്ലമായി കൊണ്ടുനടന്ന ആളുകള് നാളെ സ്വർഗലോകത്ത് അവരവരുടെ ഭാര്യയെ തന്നെ അവരുടെ ഭർത്താവിനെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ പടച്ച തമ്പുരാനെ ഈ സദസ്സിലങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ ആത്മാർത്ഥമായ പ്രാർത്ഥന അല്ല അതൊരിക്കലും. നല്ല ലവ് ആണെങ്കിൽ ഇട്ട, അല്ലാത്തവരോട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധാണെങ്കിൽ ഫുള്ള് വെടി എന്നായിരിക്കും. അതിലെ കഥ ഉസ്താദ് തുറന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോണ്ട് ഒരു ലെക്ചർ മേശപ്പുറത്ത് സംഘാടകർ കൊണ്ടേ കൊടുത്തതാ. ഉസ്താദ് വായിച്ചു, വടക്കേ വീട്ടിൽ പാത്തുമ്മ. ഈ അഡ്രസ് ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ആദ്യമായി പറയാനുള്ളതാണ്. വടക്കേ വീട്ടിൽ പാത്തുമ്മ. ഉസ്താദ് വായിച്ചു നോക്കി, 250 രൂപ ഹലാലായ മുറാദ് ഹാസിലാകാൻ ഒരു ഉമ്മ വടക്കേ വീട്ടിൽ പാത്തുമ്മ. പിന്നെ ഇവളെ ഭർത്താവിന് തന്നെ നാളെ സ്വർഗത്തിലും കൂടി ഡ്രിങ്കോലാപ്പി കിട്ടണം. അപ്പൊ അതിനു വേണ്ടി ഉസ്താദ് വരയ്ക്കണം. ഉസ്താദ് വരുന്നു, റഹ്മാനായ തമ്പുരാനെ ആ മഹദിയുടെ മുറാദ് നീ ഹാസിലാക്കണേയല്ലോ. അവരുടെ ഭർത്താവിനെ നാളെ നീ സ്വർഗലോകത്ത് അവരോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടണേ നാഥ. പ്രാർത്ഥനയൊക്കെ സദസ്സിങ്ങനെ ആത്മാർത്ഥമായിട്ടാണ്. ഒരു 2-2.5 മിനിറ്റ് കഴിഞ്ഞ് 3-ാമത്തെ മിനിറ്റിലേക്ക് ഘടികാരത്തിന്റെ പെൻഡുലം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോണ്ട് സ്റ്റേജിന്റെ അവിടെ കണ്ട ഒരാള് നല്ല ബടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ സാധു വരുന്നു. മൊയ്ലിയാരെ എന്തേ? ഞാനേ കൊറേ ദൂരം നിന്ന് വയല് കേട്ടിക്കുക, എന്നെ കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ബരത്തിച്ചല്ലോ. മൊയ്ലിയാരെ ഇതാ ഒരു 500 റുപ്യ ഉണ്ട്, എനിക്ക് ദ്വരക്കണം. അപ്പൊ ഉസ്താദ് കരുതി പഠിച്ചോണം 500 റുപ്യക്കുള്ള ദ്വയപ്പം എന്താ? 250 റുപ്യ എന്റെ മുറാദ് ഹാസിലാകാൻ. പിന്നെ ബാക്കി 250 വേറെ ഒരാളെ മുറാദ് ക്യാൻസൽ ആവാൻ. ഉസ്താദ് ഇയാളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ബായസാൻ കാക്ക, ഒരാളെ മുറാദ് ഹാസിലാക്കാൻ ഒരാളെ മുറാദ് ക്യാൻസൽ ആക്കാൻ. എന്തത് ഭയലല്ലേ? മുറാദ് ക്യാൻസൽ ആക്കുന്ന പരിപാടി നിങ്ങൾക്ക് അറിഞ്ഞൂടാ. മൊയ്ലിയാരെ നിങ്ങൾ അറിയോ? ഇല്ല. നീണ്ട ദാമ്പത്യ ജീവിതമാണ്. എന്റെ വയസ്സ്, ഞാൻ കബർക്ക് പോവാൻ നിൽക്കുക. വടക്കേ വീട്ടിൽ പാത്തുമ്മ, ദാറ്റ് ഈസ് മൈ വൈഫ്. എന്റെ പെണ്ണുങ്ങളാ മൊയ്ലിയാരെ. ഓളെ കൊണ്ട് ദുനിയാവും തന്നെ ഞാൻ കുടുങ്ങിയാണ്. നാളെ സ്വർഗത്തിലും കൂടി എന്നെ ബുദ്ധിമുട്ടിക്കാനാണ് ഓളെ പരിപാടി. അതുകൊണ്ട് ഓളയിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആവൂല. അതുകൊണ്ട് ഓളാ മുറാദൊന്ന് നിങ്ങൾക്ക് 250 പ്രശ്നം, അത് ഞാൻ തന്നിക്കണ്, അതങ്ങോട്ട് ക്യാൻസൽ ചെയ്താൽ ഇനി ഓള് വേണമെങ്കിൽ കയറ്റി വിളിച്ചോട്ടെ, ലേലാക്കാൻ നമുക്ക്, എന്നാലും ഞാൻ വിട്ടുതരില്ല. അതുകൊണ്ട് നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹം എന്നാളെ. പണ്ട് നമ്മൾ ഈ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളായിട്ട് പോണ രംഗമുണ്ട്. പുതിയാപ്പിള ഒരു 500 മീറ്റർ മുമ്പിൽ നടക്കും, 500 മീറ്റർ ഇപ്പുറത്താണ് ആര് നടക്കുക? ഭാര്യ നടക്കുക. യാത്രയിൽ അവരിങ്ങനെ അകന്നിട്ടാ നടക്കുക. അതൊരു സൂക്ഷ്മതക്ക് വേണ്ടിയാ. പക്ഷെ മനസ്സുകൊണ്ട് ഇവർ ഭയങ്കര അടുപ്പായിരിക്കും. നടക്കുമ്പോ കടയിൽ നിന്ന് മൊയ്തീനാജി ചോദിക്കും, എന്താ നിങ്ങളിങ്ങനെ തിരിഞ്ഞു നോക്കണേ, ബേക്കിൽ ആരെയും വരുന്നുണ്ടോ? ആടോ എന്റെ കെട്ടിയോള് വരുന്നുണ്ട് ബേക്കില്. അതൊരു സ്നേഹമാണ്. ഇന്ന് പൾസർ ബൈക്കുമേല് പുതിയാപ്പള്ള മേലെ കൗന്ന് കേടുന്നാൽ എന്തേ കൗന്ന് കേടുന്നത്? കൗന്ന് കേടുന്നാലും ഹൃദയത്തിൽ സ്നേഹം എന്ന് പറയുന്ന സാധനം ഇല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവില്ല. അള്ളാഹുവിന്റെ ഹബീബ് അതിനൊരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്, അഫ്ഷു സലാമ ബൈനക്കും. എല്ലാവർക്കിടയിലും സലാമിനെ അധികരിപ്പിക്കുക. സലാം എന്ന് പറഞ്ഞ സാധനം ഇന്ന് മദ്രസയിൽ പോയാൽ കുട്ടികളോട് ഉസ്താവുമാരെന്നെ പറയലുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അങ്ങനെയാണ് ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാര് ഇനിയിപ്പോ ഭാര്യ ഭർത്താവിനോട്
സലാം പറഞ്ഞ ഭർത്താവ് ചോദിക്കും ഇജ്ജെന്താണ്ടി അജ്ജും വഹിക്കണോ എന്ന് ചോദിക്കുന്ന കാലഘട്ടം ഇത് അല്ലെ. ഇന്നേ വരെ ഒരു ഭാര്യനോട് അസ്സലാമു അലൈക്കും ഏതെങ്കിലും ഭർത്താവ് പറഞ്ഞിട്ടുണ്ടാവോ? ഏതെങ്കിലും ഭാര്യ പറഞ്ഞിട്ടുണ്ടാവോ? ഇല്ലടോ, ഇല്ലാത്ത കാലഘട്ടം ഇത്. ഇന്നതിനെന്താ ട്രെൻഡ് എന്നറിയോ? ഇപ്പൊ ഗൾഫിൽ പോവല്ലോ നമ്മള്. ഗൾഫിൽ പോകുമ്പോ വീട്ടിലിങ്ങനെ വിരഹാർദ്ര സംഗീതത്തിന്റെ അലയോൽ ഇങ്ങനെ മുഴങ്ങുന്ന ടൈമാ. ഇനി അന്നെ എന്നടി കാണുക എന്ന് ഇപ്പൊ എന്റെ മനസ്സിലും ഞാൻ വിചാരിച്ചു കിയാമന്നാളാണ്. അന്നെ എന്നടി കാണുകയെന്ന് പുതിയാപ്പളുടെ മനസ്സിലും നോക്കണ്ട. പിന്നെ അന്നെ ഞാൻ കോന്താക്കാണെന്ന് ഇവിടെ മനസ്സിലും ഇങ്ങനെ ഈ വിമ്പുന്ന ഒരു രംഗം. ആ ടൈമിനും കാണിച്ചു കൊടുക്കുന്ന സാധനം എന്താണെന്ന് അറിയാം? ഇപ്പോഴത്തെ സ്റ്റൈല് കാറിന്റെ ഡോറൊക്കെ തുറന്നിട്ട് ബാൽത്താക്കാലിൽ കയറ്റി വെച്ചിട്ട് പൂമുഖാവാതിൽക്കൽ സ്നേഹം വിടർത്തിക്കൊണ്ട് പൂന്തിങ്ങളാകുന്ന ഭാര്യ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഭർത്താവ് കാണിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ മനസ്സിൽ എന്താ ഉണ്ടാവുക? അന്നെ എന്നാടി കാണുക? ഭാര്യന്റെ മറുപടി അന്നെ കാണുന്ന വേണ്ട, നമുക്ക് ഇനി പൈക്കന്നെ വന്നു പോകരുത് അല്ലെ. നമ്മൾ ആൾക്കാർ മാറുക. ഒരു സലാമും കൊടുക്കും, അസ്സലാമു അലൈക്കും ഞാൻ പോയിട്ട് വരട്ടെ, എന്റെ മേൽ അള്ളാന്റെ സമാധാനം ഉണ്ടാവട്ടെ, നീ സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട, കഷ്ടപ്പെടണ്ട, നൊമ്പരപ്പെടണ്ട, ഞാനുണ്ട് എന്റെ കൂടെ എന്നൊന്നുമില്ല. നേരെ പോവുക, ചാച്ച കേട്ടോ, കാണാം കേട്ടോ, കഴിഞ്ഞു. ഇതാണ് നമ്മളെ കഥ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ ഭാര്യമാർക്കിടയിൽ ഭർത്താക്കന്മാർക്കിടയിൽ അള്ളാഹു സ്നേഹം നിലനിർത്തി തരുമാറാകട്ടെ. ഇതൊക്കെ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം വേറെയാണ്. അത് പറഞ്ഞാൽ വിഷയം മാറിപ്പോകും. പെണ്ണിന്റെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്ന ഭർത്താക്കന്മാർ നമ്മളെ നാട്ടിൽ പെരുകി വരുന്നു. ആ വിഷയം ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്റെ കഥാപ്രസംഗത്തിൽ നിന്ന് തെന്നേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നത് അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, പെണ്ണിന്റെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നവർ ഒരു വിഡ്ഢി എന്നല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അത്രമാത്രം ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയുള്ളൂ. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പെണ്ണിന് വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം തകരുന്നത് പത്രങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്രമാത്രമേ പറഞ്ഞുള്ളൂ. ശിഹാബ് തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അള്ളയും റസൂലും കഴിഞ്ഞാൽ ഒരാളെയാണ്. ആരാ? സ്വന്തം പ്രിയപ്പെട്ട ഭാര്യ. ആരാ ശിഹാബ് തങ്ങളുടെ ഭാര്യ? നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് പറയാൻ പേടി. ആരായിരിക്കും തങ്ങളെ ഭാര്യ ആവണമെങ്കിൽ അതിനും വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ. ആരാ അറിയോ? ഷരീഫ ഫാത്തിമ ബീവി. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആരാ ഷരീഫ ഫാത്തിമ ബീവി? ആരുടെ മോള? ആരുടെ മോള? ശിഹാബ് തങ്ങളെ ഭാര്യ ആരുടെ മോള? സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. മുസൽമാന്റെ കണ്ണിലുണ്ണിയായ പുഴുകരൽ കനി, മുഖ്യപ്രസ്ഥാനത്തിന്റെ മാതൃകാതരാമണി. മുസൽമാന്റെ കണ്ണിലുണ്ണിയായ പുഴുകരൽ കനി, മുഖ്യപ്രസ്ഥാനത്തിന്റെ മാതൃകാതരാമണി. നിസ്വാർത്ഥ സേവകൻ നിസ്തുല്യസ്ഥാനം ഇടവ് തീർന്നി കാണലെന്നിനി, നിത്യാസന്താപ കണ്ണുനീര് തോരലെന്നിനി. ഇസ്സത്തേറും ദുഃഖതലയിൽ കെട്ടുവേഷമേ, ഇനി കാണുകില്ല ചന്ദ്രമുഖം ആ പ്രകാശമേ. ഇസ്ലാമിൽ ജീവനാടിയായിരുന്ന ബാബി, ഇഹലോകവാസവും വെടിഞ്ഞു പോയി പൊന്നഹേ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇലൈഹി റാജിഊൻ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇലൈഹി റാജിഊൻ. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. സഹോദരന്മാരെ, സന്ദർഭോചിതമായി ഞാനൊരു പ്രാർത്ഥന നടത്തുകയാണ്, നിങ്ങൾ ദ്വാരക്കണം. ബാഫഖി തങ്ങളുടെ കഥയാണ് ഞങ്ങൾ അടുത്ത പ്രൊജക്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആരാ ബാഫഖി തങ്ങൾ? ആവേശത്തിന്റെ കൊടുമുടിയിൽ ഒരു വിശ്വാസിയെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന അതുല്യ പ്രതിഭയാണ് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. അറിയോ നിങ്ങള്? അഭൂതപൂർവമായ വ്യക്തിത്വമാണ്. പഠിച്ചു തുടങ്ങിയപ്പോഴല്ലേ അത് മനസ്സിലാക്കുന്നത്. അസംഭവ്യമാണ്. ആ ബാഫഖി തങ്ങളെ മോള ആര്? ഷരീഫ ഫാത്തിമ. ആരാ ബാഫഖി തങ്ങള്? ജീവിതത്തിൽ ഒരിക്കൽ പോലും വുളൂ മുറിഞ്ഞിട്ടില്ലാത്ത ഒരു പണ്ഡിതനെ കാലം കണ്ടെത്തിയെങ്കിൽ ആ മഹാത്മരാണ് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ജീവിതത്തിൽ ഒരിക്കലും വുളൂ മുറിഞ്ഞിട്ടില്ല. എപ്പോഴും കയ്യിലൊരു മുസല്ലി ഉണ്ടാകും, ഒരു കൂജ ഉണ്ടാകും. ഒരു കൂജ. എന്തിനാ കൂജ? ഏതാ കാലഘട്ടം? ഒന്നു എടുക്കാനാണോ? ഒന്നു മുറിഞ്ഞ വണ്ടി നിർത്തുക, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നു എടുക്കുക. നിത്യവും ഒന്നു ഉണ്ടാകും. എപ്പോഴും ഒരു മുസല്ല ഉണ്ടാവും. എവിടെ നിന്ന് നിസ്കരിക്കും ആ മഹാൻ?
ആ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ ഉമ്മത്തിന്റെ മുന്നിലേക്ക് ബാഫഖി തങ്ങളെ സമൂഹം ആദരിക്കണമെന്ന് പഠിപ്പിച്ച് കാണിച്ചു തന്നു. അലിമുൽ അലം ശംസുൽ ഉലമ അറിയോ? ബാഫഖി തങ്ങളെ പിന്നിൽ ഈ ഉമ്മത്ത് അണിനിരക്കണമെന്ന് പഠിപ്പിച്ചത് ശംസുൽ ഉലമയാ. മറക്കണ്ട. അതൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലും പൊള്ളുന്നുണ്ടെങ്കിൽ എനിക്കൊരു വിരോധമില്ല കേട്ടോ. ശിഹാബ് തങ്ങളെ ഈ ഉമ്മത്ത് ആദരിക്കണമെന്ന് ഉമ്മത്തിന് കാണിച്ചു കൊടുത്തത് അറിയോ നിങ്ങൾ? ഒരു പള്ളിയുടെ ഉദ്ഘാടനം വന്നു. ശംസുൽ ഉലമയാണ് ആ പള്ളിയിൽ നിസ്കരിച്ച് തുടങ്ങേണ്ടത്. ശംസുൽ ഉലമയാണ് ആ പള്ളിയിൽ നിസ്കരിച്ച് ഉദ്ഘടിക്കേണ്ടത്. എന്താ ചെയ്തത്? ഞാൻ ഇതിനർഹനല്ല, ഇതിനർഹൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജമാഅത്ത് കളാകാത്ത ഒരാളുണ്ടെങ്കിൽ മുന്നോട്ട് വാ എന്ന് പറയുമ്പോഴതാ തടി വെച്ച് തലപ്പാവ് വെച്ച് ഊർജ്ജസ്വലനായ ഒരാൾ ആ ഉമ്മത്ത് ഈ ഇമാമിന്റെ പിന്നിൽ അണിനിരക്കട്ടെ എന്ന് പറഞ്ഞു. ശംസുൽ ഉലമ. അതാണ് ബാഫഖി തങ്ങൾ. ഇസ്ലാമില്ലാത്ത ഒരു മുസ്ലിം ലീഗുകാരനും മുസ്ലിം ലീഗിൽ വേണ്ട എന്ന് പറഞ്ഞ ബാഫഖി തങ്ങൾ ബോംബെയിലെ കൈസർ ബാഗിൽ വെച്ച് അവസാനത്തെ ഹജ്ജിന് വേണ്ടി പോകുമ്പോ പറഞ്ഞ ബാഫഖി തങ്ങൾ. ഇതൊക്കെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ കഥ സമ്പൂർണ്ണമാക്കാൻ. ഒന്നുറക്കെ പറയൂ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാ ബാഫഖി തങ്ങൾ അതുല്യ പ്രതിഭയാണ്. ആ ബാഫഖി തങ്ങളെ മോളാണ് ഷരീഫ ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവി 10 ഗുണം 10 ഗുണമായിരിക്കല്ലോ. വുളു മുറിയാത്തൊരു മനുഷ്യന്റെ മോള്, ആ മോളെ ഒരു മോന് കെട്ടിച്ചു കൊടുത്തിട്ട് അതിൽ പിറക്കുന്ന കുഞ്ഞുങ്ങള് കേരളത്തിന്റെ ദിശ നിർണ്ണയിക്കട്ടെ എന്ന് ദൂർപരീക്ഷണം നടത്തി അതാണ് അല്ലെ? ബാഫഖി തങ്ങൾ ഒരു അടിപൊളി പുതിയാപ്പളയെ സെലക്ട് ചെയ്തു. അതാ പാണക്കാട് തങ്ങൾ. ആ തങ്ങൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞിന്റെ മോളിൽ ഉണ്ടാകട്ടെ, എന്നിട്ട് ആ മക്കള് കേരളം മുഴുവൻ പരിമളം പരത്തട്ടെ. പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ ഫാത്തിമ ബീവിയെ വിളിച്ച് എന്റെയും നിങ്ങളുടെയും പാണക്കാട്ടെ തങ്ങൾ പറഞ്ഞ സ്നേഹത്തിന്റെ ഒരു കിന്നാരത്തിന്റെ കഥയുണ്ട്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് കേട്ടുന്നു. ബീവി ഞാൻ പോയി വരുന്നെന്ന് ചൊല്ലിയിടുന്നേ പുന്നരലോക് ശിഹാബിന്റെ തങ്ങൾ യാത്ര പറയുന്നേ വേദനയാലേ തങ്ങൾ യാത്ര പറയുന്നേ ശിഹാബ് തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് ഒരു കാര്യം, ആ കാര്യം ഇതാണ്. നമുക്ക് വയസ്സാകുമ്പോൾ ഒരു രോഗം വരും. വാർദ്ധക്യ ദശയിലേക്ക് മനുഷ്യൻ എത്തുന്നിടത്തോളം ശൈശവത്തിലേക്ക് മനുഷ്യൻ മടങ്ങുക. ബുദ്ധി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായി ശിഹാബ് തങ്ങൾക്കുണ്ടായ ഒരു അസുഖം, പറയുന്ന കാര്യങ്ങളൊന്നും പിന്നെ ഓർമ്മയില്ല. ചോദിക്കണ തന്നെ പിന്നെയും ചോദിക്കുക. അതിനാണല്ലോ നമ്മൾ അത്തും വിത്തും എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു മാനസിക നില തെറ്റിന്നൊക്കെ നമ്മൾ പറയല്ലോ. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. അല്ലാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. പാണക്കാട് തങ്ങൾ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പറയുന്നതൊന്നും ഇപ്പൊ ഓർമ്മയില്ല, ഞാൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് ആ വിഷയത്തിൽ. നമ്മൾ ഒറ്റ കാര്യം എന്റെ ചെറുപ്പക്കാരോട് വളരെ വിനീതമായി പറയാനുള്ളത്, നമ്മളെ ഉപ്പാര് വൃദ്ധരാകുമ്പോൾ അവർക്ക് പണമല്ല വേണ്ടത്, സൗകര്യമല്ല വേണ്ടത്, മക്കളെ പരിചരണ വേണ്ടത്. അവരൊരിക്കലും ഒരു കോംപ്ലക്സ് ഉണ്ടാകരുത്, എന്റെ മക്കൾ എന്നെ നോക്കണില്ലല്ലോ എന്ന തോന്നൽ ഒരു ഉപ്പക്കും ഉണ്ടാകരുത്. അങ്ങനെ ഒരു മക്കളുടെ മുമ്പിലും ബാപ്പാര് കുനിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഈ സദസ്സിലിരിക്കുന്ന ഒരു ഉപ്പയ്ക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുക. കാരണം നമ്മളൊന്ന് ആലോചിക്കാം, ഒരു മോന് ഇസ്തിരിടുക, ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു കഥയായി. ഇസ്തിരിടുക വാപ്പ.
അപ്പൊ മോന്റെ പേര് സൽമാനാണ്. ഓൻ ഇസ്തിരിടുമ്പോ ബാപ്പ 72 വയസ്സായി. ബാപ്പ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പോണോരിയും വരുന്നോരും ഒക്കെ അങ്ങനെ നോക്കുക. അപ്പോ ഈ വീടിന്റെ ചില്ലയിൽ വന്നിട്ട് ഒരു കാക്ക വന്നിരിക്കുക. അപ്പൊ ബാപ്പക്ക് ഇത് കാക്കയാണെന്നൊക്കെ അറിയും. ഏത് വയസ്സുവരെ? ഒരു പരിധി വരെ. ബാപ്പ പെട്ടെന്ന് മോനെ വിളിച്ചു, മോനെ സൽമാനെ. മോൻ ഇസ്തിരി ഇടുക, മോനെ സൽമാനെ. അപ്പൊ കുട്ടി ഇസ്തിരിപ്പെട്ടി അവിടെ വെച്ചിട്ട് ഓടി വന്നു. എന്താ ബാപ്പ? മോനെ ഇങ്ങോട്ട് വാ. അതെന്താടാ? അപ്പൊ മോന് നോക്കിയത് വലിയെന്തോ ആനക്കാരിയാണെന്ന് എഴുതി. മോൻ നോക്കുമ്പോ ഇതൊരു കാക്കയാണ് ബാപ്പേ. ആ എന്ന് പറഞ്ഞു മോനെ അങ്ങോട്ട് പോയി. ബാപ്പ വീണ്ടും കുറെ നേരം ഇരുന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കി. മോനെ സൽമാനെ, ഇവൻ വലിയ കാര്യമാണെന്ന്. എന്താ ബാപ്പ? അതെന്താ മോനെ? അത് കാക്കയാണ് ബാപ്പ. രണ്ടാമതും പോയി. ബാപ്പ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് നോക്കുക. വീണ്ടും മോനെ സൽമാനെ, എന്താണ് ബാപ്പ? അതെന്താടാ? അത് കാക്കാണ് കാക്ക. നിങ്ങളുള്ള പറയണേ. ചൂടായിട്ട് പോവുക അല്ലേ? ഒരു 10-30 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ ചിത്രം ഒന്ന് ഇങ്ങോട്ട് നിങ്ങൾ പരതി നോക്കിയാ, ഒന്ന് ഫ്ലാഷ് ബാക്ക്, ഒന്ന് അടിക്കി ബേക്കോട്ട് വരട്ടെ. ബാപ്പ 40-40-35 വയസ്സോടുകൂടി അതേ ഉമ്മറപ്പടിയിൽ ഒരു കസേരയിലിരിക്കുന്നു. ബാപ്പ പറക്കമുറ്റാത്ത ഈ പൊന്നുമോന് 2 വയസ്സുകൊണ്ട് ഉപ്പാന്റെ മടിയിലിരിക്കുന്നു ഈ സൽമാൻ അല്ലേ? ഉപ്പാന്റെ താടി പിടിച്ചിട്ട് താടി പിടിച്ചിട്ട് മോൻ ചോദിക്ക, ഉപ്പ ഉപ്പ അതെന്തപ്പ? അപ്പൊ ഉപ്പ പറഞ്ഞു കൊടുക്കണ കാക്കയാണടാ മോനെ. കുട്ടി വീണ്ടും ചോദിക്കും, ഉപ്പ അതെന്താ? ബാപ്പ വീണ്ടും പറയും, മോനെ കാക്കയാടാ. ഉപ്പച്ചി അതെന്താ? കാക്കയാടാ കുട്ട അല്ലേ? മോൻ ഓരോ തവണ ചോദിക്കുമ്പോഴും സ്നേഹത്തിന്റെ വചനങ്ങൾ കൊണ്ട് തന്റെ പൊന്നുമോനെ ആശ്വസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന പിതാവിന്റെ ചിത്രത്തിൽ നിന്ന് കാലഘട്ടം പോയത് അവഗണനയുടെ തീച്ചുളയിലേക്ക് പൊന്നുപാപ്പമാരെ കൊണ്ടെത്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തെ കലാലഘട്ടമല്ലാതെ എന്താ വിളിക്കുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് മാതാപിതാക്കളെ അവഗണിക്കുന്ന ഈ ആസുരമായ കാലഘട്ടത്തിൽ നിന്ന് ഗർഭത്തിന്റെ തീച്ചുളയിലേക്ക് പ്രകടമെടുക്കാൻ പരസ്പരത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാമുഖമായി വളരെ സന്ദർഭോചിതമായി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കഥയിലേക്ക് വരാം. ശിഹാബ് തങ്ങൾ ഭാര്യയോട് പറഞ്ഞു, നോക്ക്, എന്റെ മൈൻഡിന് തകരാറുണ്ട്, മസ്തിഷ്കത്തിന് കംപ്ലൈന്റ്. ഞാൻ എറണാകുളത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ അറിയുന്നവരുണ്ടാകും. എറണാകുളത്ത് വലിയ ഹോസ്പിറ്റലാ. ന്യൂറോളജി വിഭാഗത്തിലെ ഹെഡ് ഡിപ്പാർട്ട്മെന്റിനെ എന്റെ ബ്രെയിന് കൊണ്ട് ഇത് കാണിച്ചു. അവര് പറഞ്ഞത് ഓപ്പറേഷൻ വേണമെന്നാ ഫാത്തിമ ബീവി. പക്ഷെ നമ്മൾ ഇയാമത് സാഹിബൊക്കെ ഉണ്ടല്ലോ, മൂപ്പരൊക്കെ ഇന്റർനാഷണൽ ബന്ധം ഉപയോഗിച്ചിട്ട് ലോകത്ത് ഇതിന് ഓപ്പറേഷൻ ഇല്ലാതെ നടത്താൻ ഒരു സ്ഥലമുണ്ട്, ചിലപ്പം രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഫാത്തിമ ബീവി ചോദിച്ചു, അത് എവിടെയായാലും ഒന്ന് കാണിച്ചു നോക്കി. അതാ ഞാനിപ്പോ പറയാൻ നിങ്ങളെ വിളിച്ചത്. അത് അമേരിക്കയിലാ, മയോ ക്ലിനിക്ക്, വലിയ ലോക. അതിൽ സെന്റ് മറിയ ഹോസ്പിറ്റലിലാണ് ഇത് കാണിക്കുന്ന സ്ഥലമുള്ളത്. പക്ഷെ 2 ആഴ്ച ഞാൻ പോയിട്ട് അവിടെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ഇനി ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് ഡോക്ടർമാര് പറഞ്ഞാ പിന്നെ കുടുങ്ങിയില്ലേ? അപ്പൊ ഓപ്പറേഷൻ ചെയ്യണം. ഫാത്തിമ ബീവി, ഓപ്പറേഷൻ ചെയ്യുന്നതോടൊന്നും കുഴപ്പമില്ല, വെള്ള പേപ്പറിൽ എഴുതി വെക്കണം, എന്റെ ഓപ്പറേഷൻ കൊണ്ട് ഞാൻ മരിച്ചാൽ വൈദ്യശാസ്ത്രം ഉത്തരവാദിയല്ല. ഞാൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഫാത്തിമ ബീവി എന്നോട് ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടൂ. 6 അടി മണ്ണിലേക്കാണ് നിന്റെ മടക്കെങ്കിൽ തിരിച്ചു വന്നിട്ട് ഫാത്തിമ ബീവിയെ പൊരുത്തപ്പെടിപ്പിക്കാൻ എനിക്ക് പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഷരീഫ ഫാത്തിമ എനിക്കെല്ലാം പുറത്തു തരണം. പണക്കാട്ട് വലിയ തങ്ങളുടെ കരം പിടിച്ചിട്ട് ആശ്വസിപ്പിക്കാൻ വാചകങ്ങളില്ലാതെ, പാണക്കാട് തങ്ങളെ സമാധാനിപ്പിക്കാൻ വാക്യങ്ങളില്ലാതെ മഹദി ബി ഫാത്തിമ ശിഹാബ് തങ്ങൾക്ക് ഒരു വല്ലാത്ത സ്നേഹത്തിന്റെ മുത്ത് നൽകി, തങ്ങളെ അള്ളാഹു നിങ്ങളെ കുഴക്കൂല, നിങ്ങൾ അമേരിക്കയിലേക്ക് പോയിക്കോ, ഞാൻ നിങ്ങളുടെ രോഗം മാറി തിരിച്ചു വരാൻ അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന പരിശുദ്ധതയുടെ സൈകത മണ്ണായ മദീന, ആ മദീനയുടെ മണൽത്തരികളിൽ ചെന്ന് പുണ്യപ്രവാചകന്റെ റൗള സന്ദർശിക്കാനും ഉംറ ചെയ്യാനും ഞാൻ നേർച്ചയാക്കുകയാണ് എന്റെ ഭർത്താവിന്റെ അസുഖം മാറാൻ. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദമ്പതികളെ കാണിച്ചു തരാൻ പറ്റും? ഭർത്താവിന്റെ അസുഖം മാറാൻ ഉംറ നേർച്ചയാക്കിയടോ ഷരീഫ ഫാത്തിമ. ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന്റെ മുമ്പ് ഞാൻ ഉംറ കഴിഞ്ഞിട്ട് ഇവിടെ എത്തും ഇൻഷാ അല്ലാഹ്, നിങ്ങൾക്ക് ഒരു കുഴപ്പവും വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയാലും പാണക്കാട്ടെ തങ്ങളെ എഴുതിത്തള്ളാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. നിങ്ങൾ തിരിച്ചു വരും, നിങ്ങൾ പോയിക്കോളി. സമാശ്വസിപ്പിച്ചു, തങ്ങളെ പറഞ്ഞയച്ചു. ആരൊക്കെ പോയത്? ഇയാമത് സാഹിബ്, മുനവ്വർ അലി ശിഹാബ്, അദ്ദേഹത്തിന്റെ വൈഫ്. പണക്കാട് തങ്ങളെ കൊണ്ടുപോകാൻ ഇന്ത്യ ഗവൺമെന്റ് പണം കൊടുത്തു, മൻമോഹൻ സിംഗ് സമ്മതവും കൊടുത്തു. പോയി അമേരിക്കയിലെ 2 ആഴ്ച ട്രീറ്റ്മെന്റ്. എവിടെ ഫാത്തിമ ബീവി ഉള്ളത്? തിരു റൗളയില. വിടരുതേ കഥ. റൗളയിലാണ് ഫാത്തിമ ബീവി, അമേരിക്കയിലാണ് പാണക്കാട്ടെ തങ്ങൾ. 2 ആഴ്ച പരിചരിച്ച ഡോക്ടർമാരിലെ അഗ്രഗണ്യൻ സർ റൊണാൾഡ് പീറ്റർ 2 ആഴ്ച തങ്ങളെ കിടത്തി പരിചരിച്ചതിന്റെ ശേഷം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു, തങ്ങളെ ഓപ്പറേഷൻ നിർവഹിക്കാതെ നിർവാഹമില്ല. അപ്പൊ ചോദിച്ചു, ഓപ്പറേഷൻ നടത്തിയിട്ട് സുഖാവോ? അപ്പയും മറുപടി വന്നത് ഇങ്ങനെയാണ്, ജീവൻ തിരിച്ചു കിട്ടിയേക്കാം, പക്ഷേ അപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ല, അത്രമാത്രം ഗുരുതരമാണ് കേസ്. അപ്പോഴേക്ക് ഉംറ കഴിഞ്ഞ് ഫാത്തിമ ബീവി പാണക്കാട്ടെ കൊടപ്പനക്കൽ വീട്ടിലെത്തി. ഉമ്മാക്ക് വിളിച്ചു മുനവ്വർ അലി തങ്ങൾ, ഉമർ അലി തങ്ങൾക്ക് വിളിച്ചു, എല്ലാരോടും മുശാവറ ചെയ്തു. വിളിച്ച കൂട്ടത്തിൽ ഫാത്തിമ ബീവി സ്നേഹത്തോടെ പറഞ്ഞു, മോനെ, ഉപ്പാന്റെ ചികിത്സ അസുഖം മാറിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഉമ്മ എല്ലാ സങ്കടവും അവിടെ പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താളാ. ഉപ്പാന്റെ ജീവിതം തിരിച്ചു കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്, അള്ളാ നമ്മളെ കൂടെണ്ട്, മോൻ സമാധാനിക്ക്, സങ്കടപ്പെടല്ല, ഉപ്പാന്റെ അസുഖം മാറട്ടെ, ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതം കൊടുത്താളാ. തീരുമാനമായി, സമ്മതം കിട്ടി, ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ് കിട്ടി. 2006 ഏപ്രിൽ 20. സഹോദര, മറക്കരുത് ആ ഡേറ്റ്. കാരണം 2006 ഏപ്രിൽ 21 നമുക്ക് മറ്റൊരു കഥ പറയാനുണ്ട്. അതുകൊണ്ട് ഏപ്രിൽ 20 മറന്നു പോകരുത്. പാണക്കാട്ടെ തങ്ങളെ അമേരിക്കയിലെ ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ, ഓപ്പറേറ്റ് ചെയ്യാൻ ഡോക്ടർമാര് നിതാന്ത ജാഗ്രതയില്ല. പാണക്കാട്ടെ കൊടപ്പനക്കലെ കഥാവിളക്കായി പ്രാർത്ഥനാവാചകങ്ങൾ കൊണ്ട് പാതിരാത്രിയുടെ പാതിവേള അടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ഫാത്തിമ ബീവി പ്രാർത്ഥിക്കുന്നത്, എന്റെ ഭർത്താവിനെ നീ തിരിച്ചു തരണേയല്ലോ. അൽഹംദുലില്ലാഹ് അധിപതിരാജനാമഖില പാലക റഹ്മാനാം, അധിപതിരാജനാമഖില പാലക റഹ്മാനാം, ആദിമന്നല്ലാഹുവേ നാം ആദരവോടെ തുതിക്കാം നാം, ആദിമന്നല്ലാഹുവേ നാം ആദരവോടെ തുതിക്കാം നാം, ആ സകലം മറിയും സുബ്ഹാൻ അതീവ കാരുണ്യ സുൽത്താൻ, അധിപതിരാജനാം അഖില പാലക റഹ്മാനാം, അധിപതിരാജനാം അഖില പാലക റഹ്മാനാം. വീട്ടിന്റെ അകത്തളങ്ങളിൽ പ്രാർത്ഥനാ നിർഭര മനസ്സുമായി ഫാത്തിമ ബീവി പടച്ചോന്റെ മുമ്പിലാണ്.
ശിഹാബ് തങ്ങളെ സ്നേഹിക്കുന്ന ആഭാരവൃദ്ധം ജനതയും പാണക്കാട് തങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴും വൈദ്യശാസ്ത്രത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമനം കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഇങ്ങനെ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളും ശിഹാബ് തങ്ങളെ സഹചാരികളും കാത്തു നിൽക്കുകയാണ്. രാജ്യം ഉറ്റുനോക്കുകയാണ്. ഒരു റിസൾട്ട് അത് പോസിറ്റീവ് ആകണം, നെഗറ്റീവ് ആകരുത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഓപ്പറേഷൻ നിർവഹിച്ചിട്ട് ആ ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തി എല്ലാവരും ഇങ്ങനെ ചുറ്റും നിൽക്കുക. പാണക്കാട് തങ്ങളൊന്ന് കണ്ണു തുറന്നെങ്കിൽ ഇതിങ്ങനെ ആലോചിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന മഹാവ്യക്തിത്വം, അതിനെ വർണ്ണിക്കാൻ കഴിയില്ലല്ലോ, ആ വ്യക്തിത്വത്തിന്റെ കണ്ണൊന്ന് തുറന്നിട്ട് വേണം ആനന്ദത്തിന്റെ ആ വാർത്ത കൊടപ്പനക്കലെ വീട്ടിലേക്കൊന്ന് വിട്ട് ആ വാർത്ത കൊണ്ട് അവരൊന്ന് സന്തോഷിക്കാൻ. അതിനു വേണ്ടിയാണ് ഇവരൊക്കെ ഇങ്ങനെ കാത്തു കിടക്കുന്നത്. പാണക്കാട് ആ വലിയ തങ്ങൾ കിടക്കുന്ന ആ കട്ടിലിന്റെ നേരെ മുകളിൽ വച്ചിരിക്കുന്ന ടിവിയിലെ മലയാള ചാനലിൽ ആ സമയത്ത് ഒരു ഫ്ലാഷ് ന്യൂസ് അങ്ങനെ മിന്നി മറയുകയാണ്. ആ ഫ്ലാഷ് ന്യൂസിലേക്ക് നോക്കുന്നവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. വല്ലാത്ത ഒരു വാർത്തയാണത്. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ വാർത്തയാണത്. പകലോന്റെ കുന്തളങ്ങൾ, സൂര്യലക്ഷ്മികൾ ഭൂമിയെ ചുംബിച്ചു തുടങ്ങുന്ന 2006 ഏപ്രിൽ 21 വീടിനുള്ളം ഭൂഗതയായി മുത്ത് ശിഹാബിന്നോമനപത്നി ശരീഫ ബീവി മറഞ്ഞുപോയി. കണ്ണീരിനാലെ കൊടപ്പനക്കല വീടിനുള്ളം ഭൂഗതയായി. മുത്ത് ശിഹാബിന്നോമനപത്നി ശരീഫ ബീവി മറഞ്ഞുപോയി. കണ്ണീരിനാലെ കൊടപ്പനക്കല വീടിനുള്ളം ഭൂഗതയായി. അരുമനായ സയ്യിദ് ശിഹാബ് തങ്ങളെ യാത്രയാക്കിയ ബീവി ആരോടും ഇല്ലാതകലെയെന്നു മറഞ്ഞു പോയി സ്നേഹസ്വരൂപി. അരുമനായ സയ്യിദ് ശിഹാബ് തങ്ങളെ യാത്രയാക്കിയ ബീവി ആരോടും ഇല്ലാതകലെയെന്നു മറഞ്ഞു പോയി സ്നേഹസ്വരൂപി. പുഞ്ചിരിപ്പൂമുഖം കാണാനായോ നാളിലുമില്ല കൺമണി ബീവി. പുന്നാരപ്പൂവാം മുത്ത് ശിഹാബിൽ തനിച്ചു വിട്ടവർ പിരിഞ്ഞുപോയി. പുഞ്ചിരിപ്പൂമുഖം കാണാനായോ നാളിലുമില്ല കൺമണി ബീവി. പുന്നാരപ്പൂവാം മുത്ത് ശിഹാബിനെ തനിച്ചു വിട്ടവർ പിരിഞ്ഞുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കിടത്തിയിരിക്കുന്ന ബെഡിന്റെ മുകളിൽ മലയാള ചാനലിൽ ഒരു ഫ്ലാഷ് ന്യൂസ് പ്രത്യക്ഷപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, പാണക്കാട് തങ്ങളുടെ ജീവിതം കണ്ട സഹധർമ്മിണി ഷരീഫ ഫാത്തിമ ഈ ലോകം വിട്ടുപോയിരിക്കുന്നു, ഫാത്തിമ ബീവി അന്തരിച്ചിരിക്കുന്നു. ആ വാർത്ത മലയാള ചാനലിൽ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാണക്കാട് തങ്ങൾ അതൊന്നും അറിയാതെ ആ കട്ടിലിൽ അങ്ങനെ കിടക്കുക. ശിഹാബ് തങ്ങളുടെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ കണ്ണ് നിറച്ചുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഒന്നും പറയാനാകാതെ, ഒന്നും ഉരിയാടാനാകാതെ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറയുക. ഇനി അദ്ദേഹം പറയാണ്, ഉമ്മ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടതോടുകൂടി എന്റെ ശരീരം ഇങ്ങനെ തളരുക. എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട്, ഞാൻ എങ്ങനെ എന്റെ ഭാര്യയോട് എന്റെ ഉമ്മ മരിച്ചുപോയി എന്ന് പറയുക. ആ ഹോസ്പിറ്റൽ വരാന്തെങ്കിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, സങ്കടം സഹിക്ക വയ്യാതെ എന്റെ ഭാര്യ എന്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയത് കാക്കക്ക്? അറിയാതെ ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയി, എന്റെ ഉമ്മ മരിച്ചുപോയി. ആശ്വസിപ്പിക്കാനാവാതെ, മുനവ്വർ തങ്ങളുടെ കരം പിടിച്ച് സമാധാനിപ്പിക്കാൻ കഴിയാതെ
പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തകർന്ന മനസ്സുമായി ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ അങ്ങനെ ഇരിക്കുമ്പോ പാണക്കാട് തങ്ങളുടെ ഭാര്യയെ 6 അടി മണ്ണിന്റെ ഘനാന്തകാരത്തിലേക്ക് കബറടക്കിയിട്ട് 3 പിടി മണ്ണും വാരി എറിഞ്ഞിട്ട് മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പോകുക. അപ്പോഴും ആ കട്ടിലിൽ കിടന്നിട്ട് സ്വന്തം ഭാര്യ എന്നെ വിട്ടു പോയല്ലോ എന്നറിയാതെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുക. സ്വന്തം ഭാര്യ മരിച്ചത് തങ്ങൾ അറിയില്ല. മുനവ്വർ അലി തങ്ങൾ പറയാ, ഞാൻ എന്റെ ഉപ്പാന്റെ കട്ടിലിൽ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് വഴി, ഫേസ്ബുക്ക് വഴി എന്റെ ഉമ്മ മരിച്ചതിന് അനുശോചന വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാനിതിങ്ങനെ വായിക്കുന്നുണ്ട്. എന്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. എന്റെ ഉപ്പ കണ്ണ് തുറക്കുന്നുണ്ട്. ഡോക്ടർമാരെ നിർദ്ദേശമുണ്ട്, ഉപ്പാനെ ദുഃഖിപ്പിക്കരുത്, എപ്പോഴും കളിയും സന്തോഷവും പറഞ്ഞുകൊണ്ടിരിക്കണം. എന്റെ ഉപ്പ വിളിക്കുമ്പോ ഉപ്പാക്ക് വേണ്ടി ഒരു പുഞ്ചിരി. എന്റെ ഉമ്മാന്റെ മരണവാർത്ത വായിച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി ഒരിറ്റ് കണ്ണുനീർ. ഞാനിങ്ങനെ കട്ടിയിലിരുന്നിട്ട് എന്റെ പണി അതായത്. സമയം അങ്ങനെ നീങ്ങുക. ഡോക്ടർമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ മരിച്ചത് എന്തായാലും ഉപ്പ ഈ സമയത്ത് അറിയണ്ട, ഉപ്പന്റെ ബോധം ഒന്ന് നന്നായിട്ട് വന്നോട്ടെ. ഞാനതിന് സമ്മതിച്ചു. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു സഹോദര. അപ്പോഴും എന്റെയും നിങ്ങളുടെയും പാണക്കാട്ടെ വലിയ തങ്ങൾ സ്വന്തം ഭാര്യ മരിച്ച വാർത്ത അറിയില്ല. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയില്ല. 21 ദിവസം കഴിഞ്ഞു. അറിയോ നിങ്ങൾ, 21 ദിവസം ജീവിതം മുഴുവൻ തങ്ങളെ കൂടെ നിന്ന് അവസാനം പാണക്കാട്ട് നിന്ന് യാത്രയാക്കുമ്പോഴും അങ്ങേക്ക് വേണ്ടി ഞാൻ ഉംറ ചെയ്യാൻ പോകുക തങ്ങളെ, നിങ്ങൾ തിരിച്ചു വരും, നിങ്ങളെ രോഗം മാറും, പക്ഷെ നിങ്ങൾ തിരിച്ചു വരുമ്പോ പൂമുഖ വാതിലിൽ നിന്നിട്ട് നിങ്ങളെ സ്വീകരിക്കാൻ ഞാനുണ്ടാകുമോ എന്നെനിക്കറിയില്ലല്ലോ. അല്ലേ, പോകുന്നത് നിങ്ങളാണ് എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ പോകാനിരിക്കുന്നത് ഞാനാണല്ലോ. അല്ലേ, അങ്ങകലേക്ക് മറഞ്ഞുപോയ ആ ഫാത്തിമ ബീവി ഇനി കൈപിടിച്ചിട്ട് നാളെ കൊടപ്പനക്കല വീട്ടിലേക്ക് തങ്ങള് രോഗം മാറിയിട്ട് വരുമ്പോ അന്ന് മുനവ്വറിൽ തങ്ങൾ പറയാ, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, എന്റെ ഉപ്പയെ യാത്രയാക്കുമ്പോ എന്റെ ഉമ്മ ഒരിക്കലും പുറത്തേക്ക് വരാറില്ല. പക്ഷെ അന്ന് എന്റെ ഉപ്പ എന്റെ ഉമ്മാന്റെ തോള് പിടിച്ചിട്ടാണ് കൊടപ്പനക്കല പടി ചവിട്ടിയത്. അതിങ്ങനെ ആലോചിക്കുമ്പോ ഇനി എന്റെ ഉപ്പ കൊടപ്പനക്കല വീട്ടിന്റെ അവിടെ ചെന്നിറങ്ങുമ്പോ ഉമ്മ കൈപിടിച്ച് കൊണ്ടുപോകാനുണ്ടാവില്ല എന്ന രംഗം അങ്ങനെ ആലോചിച്ചിട്ട് മനസ്സ് തകർന്ന് ഞാൻ അങ്ങനെ ഇരുന്നു 21 ദിവസം. അവസാനം എന്റെ ഉപ്പാനോട് എന്തെങ്കിലും ഒന്ന് പറയാനായോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരോടൊക്കെ ചോദിക്കും. അങ്ങനെ ഡോക്ടർമാര് ഉപ്പാന്റെ ബ്രെയിൻ ശരിയായോ എന്നറിയാൻ, അറിയോ നിങ്ങള് എന്താ വൈദ്യശാസ്ത്രം പറഞ്ഞത്? ജീവൻ കിട്ടിയേക്കാം, പക്ഷെ തങ്ങളെ ബോധം തിരിച്ചു കിട്ടില്ലെന്ന് പറഞ്ഞു. ഫാത്തിമ ബീവി ചെയ്ത ഉംറയുടെ ഫലം കൊണ്ട്, പ്രാർത്ഥനയുടെ ഫലം കൊണ്ട്, ശിഹാബ് തങ്ങളെ സ്നേഹിച്ചവരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തങ്ങൾ. മസ്തിഷ്കം തിരിച്ചു കിട്ടി തങ്ങൾക്ക്, ബോധം തിരിച്ചു കിട്ടി തങ്ങൾക്ക്. ആ തിരിച്ചു കിട്ടിയ ബോധം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർമാര് വന്നിട്ട് ഒരു ബ്ലാങ്ക് പേപ്പർ കയ്യിൽ കൊടുത്തു, തങ്ങളെ കയ്യിൽ. ആ പേപ്പർ ശൂന്യമാണ്, ഒന്നുമില്ല ആ പേപ്പറിൽ. അത് കയ്യിൽ വാങ്ങിയിട്ട് പാണക്കാട് തങ്ങൾ തിരിച്ചും മറിച്ചിട്ടും നോക്കി, ഇതെന്താ ഡോക്ടറെ? അപ്പൊ പറഞ്ഞ്, നിങ്ങളെ ബോധം ശരിയായല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? നിങ്ങൾ എവിടെയുള്ളത്? നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ആരൊക്കെയുണ്ട്? ആദ്യമായി നിങ്ങളുടെ ഓർമ്മയിൽ തെളിയുന്ന എന്തെങ്കിലും ഒന്ന് അതിലേക്ക് അങ്ങ് എഴുതി വെക്കൂ എന്ന് പറയേണ്ട താമസമത. ചെറിയ ചെറിയ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഒരു പേരെഴുതി പാണക്കാട്ടെ വലിയ തങ്ങൾ അതിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഓമനപ്പൂവിൻ മുഖം കൽവിൽ തെളിഞ്ഞിടുന്നേ, മുഖം വിടരുന്നേ, പുഞ്ചിരി തൂകുന്നേ. ഓമനപ്പൂവിൻ മുഖം കൽവിൽ തെളിഞ്ഞിടുന്നേ, മുഖം വിടരുന്നേ, പുഞ്ചിരി തൂകുന്നേ.
ഉടനടി ഡോക്ടർ ഞെട്ടുകയായി, ഹൃദയമതാകെ തകരുകയായി, വേദനയാലെ നീറുകയായി. ആനന്ദത്താലെ തങ്ങൾ കാണാൻ കൊതിച്ചിടുന്നേ, കാണാൻ കൊതിക്കുന്നേ, കൽബ് തകരുന്നേ. ആനന്ദത്താലെ തങ്ങൾ കാണാൻ കൊതിച്ചിടുന്നേ, കാണാൻ കൊതിക്കുന്നേ, കൽബ് തകരുന്നേ. വെള്ളപ്പേപ്പർ കയ്യിൽ കൊടുത്ത് ഓർമ്മയിൽ തെളിയുന്ന എന്തെങ്കിലും ഒന്ന് തങ്ങൾ എഴുതണമെന്ന് പറയേണ്ട താമസം. ആ വെള്ളപ്പേപ്പർ വളരെ ലാഘവത്തോടെ കയ്യിൽ വാങ്ങിയിട്ട് എന്റെ ഓർമ്മ ശരിയാ ഡോക്ടറെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എഴുതിത്തരാം എന്ന് പറഞ്ഞിട്ട് ആ വെള്ളപ്പേപ്പറിൽ ചെറിയ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു നാമം എഴുതി ശിഹാബ് തങ്ങൾ. ഡോക്ടർമാരത് കയ്യിൽ വാങ്ങി വായിച്ചു നോക്കി. സയ്യിദത്ത് ഷരീഫ ബി ഫാത്തിമ. ആ കടലാസുമല്ല കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് പാണക്കാട് മുനവ്വർ തങ്ങളെയും വേണ്ടപ്പെട്ട ആളുകളെയും വിളിച്ചിട്ട് 21 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഉമ്മയുടെ പേരും നാമവും ചിത്രവുമാണ് ഉപ്പാന്റെ കൽബിലേക്ക് ആദ്യം തെളിഞ്ഞു വന്നത്. ആ ഉപ്പായോട് ഈ ഉമ്മ മരിച്ചുപോയി എന്ന് ഇപ്പൊ പറഞ്ഞാൽ അത് വലിയ അപകടം പറയണ്ട. മാത്രമല്ല, കൊടപ്പനക്കലെ വീടെത്തുന്നത് വരെ ഉമ്മ മരിച്ചുപോയി എന്ന് ഉപ്പാനോട് വിവരം പറയണ്ട. മുനവ്വർ തങ്ങള് ഒരുപാട് ആശങ്കയുണ്ട്. കാരണം ഉപ്പാക്കൊരു സ്റ്റൈലുണ്ട്. വലിയ യാത്രകൾ കഴിഞ്ഞു വരുമ്പോ എയർപോർട്ടിൽ നിന്നായാലും ഉപ്പ ഉമ്മാക്ക് വിളിക്കും, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് വിളിപ്പിക്കും. ഞാൻ വരുന്നുണ്ടെന്ന് പറയണം, ഉമ്മ വീട്ടിലുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കും, ഒന്ന് ഉമ്മാക്ക് വേണ്ടി ഒരുങ്ങാൻ. എന്റെ ഉമ്മ ഇല്ലാന്ന് എന്റെ ഉപ്പ അറിഞ്ഞാൽ ഞാൻ എന്റെ ഉപ്പ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക? എന്റെ ഉപ്പ എപ്പോഴാ ചോദിക്കുക? വരുമ്പോഴൊക്കെ ഉപ്പ പറയുന്നുണ്ട് എന്റെ ഉമ്മാന്റെ പരാതി തീരാൻ പോവുക. എന്റെ ഉമ്മാക്ക് ഉപ്പാനെ കിട്ടണില്ല എന്നുള്ള പരാതി തീരാൻ പോവുക. ഡോക്ടർമാരൊരു മാസം റെസ്റ്റ് എടുക്കാനാ പറഞ്ഞത്. ഞാൻ എന്റെ ഉമ്മ എന്നെ നോക്കിയിട്ട് കുടുങ്ങും, ഞാൻ പുറത്തേക്കൊന്നും പോവില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ട് എന്റെ ഉപ്പ എന്നെ കൊണ്ടാന്ന് എന്റെ കൂടെ വന്നത്. എങ്ങനെയത് പറയാ അറിയില്ല. വിളിച്ചു കൊടപ്പനക്കിലേക്ക്. കേരളത്തിലെ മുസ്ലിം കേരളത്തിന്റെ അധികാര സ്ഥലമാണ് കൊടപ്പനക്കൽ. അവിടേക്ക് വിളിച്ചു. അവിടെ നിന്നാണ് തീരുമാനം ഉണ്ടാകേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ആരാ പാണക്കാട് തങ്ങളോട് നിങ്ങളെ ഭാര്യ മരിച്ചു എന്ന് പറയാ? എങ്ങനെയാ പറയാ? ആ വാർത്ത പറയാൻ അതിനും വേണമല്ലോ ഒരു നിർഭാഗ്യം, അല്ലേ? അല്ലെങ്കിൽ ആ വാർത്ത പറയാൻ അതിനും വേണമല്ലോ പടച്ചോൻ നിയോഗിക്കുന്ന ഒരാള്. ശിഹാബ് തങ്ങളോട് വേദനയുള്ള ഒരു കാര്യം പറയാൻ പോവല്ലേ? പാണക്കാട് കൊടപ്പനക്കൽ വീട്ടില് ആഭ്യന്തര മീറ്റിംഗ് നടന്നു. അതാണ് ശിഹാബ് തങ്ങളുടെ ഭാര്യ മരിച്ചു പറയാൻ ഒരാളെ ചുമതലപ്പെടുത്തുക. അതാ തറവാടിത്തണ്ടായ ഒരു ടീമാണത്. തറവാടിത്തം ഉണ്ടാവുമ്പോ അതിനൊരു തീരുമാനം ഉണ്ടാവുമ്പോ അതിന്റെ ആളെ മുന്നിൽ നിർത്തും. അന്ന് ജീവിച്ചിരുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ കൊടപ്പനക്കൽ വീടിന്റെ ആഭ്യന്തര മന്ത്രിയാണ്. ആ ശിഹാബ് തങ്ങളെ ഉമർ അലി തങ്ങളെ ചുമതലപ്പെടുത്തി ഇക്കാക്ക വന്നാൽ മരിച്ച വാർത്ത നിങ്ങൾ പറഞ്ഞാൽ മതി. തീരുമാനമായി. പത്രമാധ്യമങ്ങള്, സഹോദരന്മാരെ, കേരളത്തിലെ ചാനലുകൾ എല്ലാവർക്കും ഒന്ന് മാത്രം അറിയേണ്ടത്, പാണക്കാട്ടെ വലിയ തങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ ആത്മസംയമനത്തിന്റെ താരാട്ട് പാടി കിടത്തി ഉറക്കിന്ന് വിമർശിച്ചവരൊക്കെ ഇവിടെ ഉണ്ട്. എന്ത് പറഞ്ഞാലും തങ്ങൾക്ക് പറയാനുള്ളത് സമാധാനം. എന്ത് ചെന്ന് ഏത് വലിയ ദുഃഖത്തിന്റെ വാർത്ത പറഞ്ഞാലും തങ്ങൾ ഫാത്തിഹ വിളിച്ച് ദ്വരുന്നിട്ട് വിടുക. അപ്പൊ ഇനി തങ്ങളോടാണല്ലോ പറയാൻ പോകുന്നത് നിങ്ങളെ ഭാര്യ മരിച്ചു എന്ന്. ഇനി തങ്ങൾ എന്ത് ചെയ്യും? തളരോ, തകരോ, പൊട്ടിത്തകരോ, കരയോ, വീഴോ? തങ്ങൾ വീണാൽ കഴിഞ്ഞല്ലോ കാര്യം. ഇതൊക്കെ ആലോചിച്ചിട്ട് കുറെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ശിഹാബ് തങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോ തങ്ങളെ മുഹിബ്ബീങ്ങള് കൊടപ്പനക്കൽ വീട്ടിന്റെ മുറ്റത്ത് പതിവ് സന്തോഷത്തിലല്ല.
തങ്ങൾ വന്നാൽ കൈപിടിക്കാനും ഒത്താനുമുള്ള പതിവ് സന്തോഷത്തിലല്ല. അവരൊക്കെ ദുഃഖം ഘനീഭവിച്ച മുഖത്തോടുകൂടി ഇങ്ങനെ കുത്തിരിക്കുക. പാണക്കാട് തങ്ങൾ വരുന്നു എന്ന വാർത്ത എയർപോർട്ടിൽ ഇറങ്ങി വരിക അല്ലേ. ശിഹാബ് തങ്ങള് ആ കാർ ഇങ്ങനെ കടന്ന് വന്ന് ഇറങ്ങുമ്പോ ആരെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനല്ല, തങ്ങൾ രോഗം മാറിയിട്ടാണല്ലോ വരുന്നത്, ആരുടെ മുഖത്തൊരു സന്തോഷമില്ല. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം, കാർമേഘം തളം കെട്ടി ഒരു സങ്കടത്തിന്റെ പേമാരി പെയ്യാനിരിക്കുന്നത് പോലെ ആ മനുഷ്യരിങ്ങനെ ആ പടിങ്ങനെ കടന്നു വന്നു. എല്ലാരും കൈമുത്തുണ്ട്, യാന്ത്രികമാണ്. എല്ലാരും സലാം പറയുന്നുണ്ട്, സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും നീട്ടിവെച്ച കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഒന്ന് ചോദിച്ചു, ഫാത്തിമ ബീവി ഇവിടെ ഇല്ലേ? എല്ലാവരെയും മുഖത്തൊരു സങ്കടമുണ്ട്, എന്തോ ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, ഫാത്തിമ ബീവി ഇവിടെ ഇല്ലേ? ആ ആശങ്ക പടർന്നത് കൊണ്ടാകണം ആ വീട്ടിലേക്ക് മെല്ലെ ഒരു കാലെടുത്ത് വെച്ച് വളരെ ദുഃഖിതനായി ശിഹാബ് തങ്ങൾ വിളിച്ചു, ഫാത്തിമ. ഞെട്ടിത്തരിച്ചല്ലോ സൈദ്, മനസ്സ് പീഡഞ്ഞല്ലോ നേരമേ, കഥനം തുളുമ്പുന്ന വേളയിൽ സംഗീതമുള്ളിലൊരുങ്ങിയേ. ഞെട്ടിത്തരിച്ചല്ലോ സൈദ്, മനസ്സ് പീഡഞ്ഞല്ലോ നേരമേ, കഥനം തുളുമ്പുന്ന വേളയിൽ കൈകളുയേറ്റി തേടിയേ, മൗഫിറത്തിനായി തേടിയേ, കഥനഭാരം ഇറക്കിയേ, കഥനമൊരു പിടിവാക്കിയ. കൈകളുയേറ്റി തേടിയേ, മഹഫിറത്തിനായി തേടിയേ, കഥനഭാരം ഇറക്കിയേ, കഥനമൊരു പിടിവാക്കിയായി. ഓർമ്മകൾ മിന്നി മാറിയുമേ, ഓനബിരിയിലെന്നുമേ, ഇനിയില്ല സാന്ത്വന വാക്കുകൾ, ഇനിയില്ല സ്നേഹത്തിൻ നാമ്പുകൾ. ഓർമ്മകൾ മാറിയുമേ, ഓനബിരിയിലെന്നുമേ, ഇനിയില്ല സാന്ത്വന വാക്കുകൾ, ഇനിയില്ല സ്നേഹത്തിൻ നാമ്പുകൾ. ഞെട്ടിത്തരിച്ചല്ലോ സൈദ്, മനസ്സ് പീഡഞ്ഞല്ലോ നേരമേ, കഥനം തുളുമ്പുന്ന വേളയിൽ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങള് ആ കൈപിടിച്ച് ആ കസേരയിൽ വളരെ ദുഃഖിതനായി ആ മുഖത്ത് നോക്കി ശിഹാബ് തങ്ങള് ചോദിച്ചു, ഫാത്തിമ ഇവിടെ ഇല്ലേ? പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഇക്കാക്ക അമേരിക്കയിലേക്ക് പോയ സമയം ഞങ്ങൾ അറിയിക്കാത്തതാണ്. 10-21 ദിവസങ്ങൾക്ക് മുമ്പ് ഫാത്തിമ ബീവി ഈ ലോകം വിട്ടുപോയി. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി ഒന്ന് തല താഴ്ത്തി ശിഹാബ് തങ്ങൾ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയിട്ട് ഏത് ദുഃഖം കേട്ടാലും തങ്ങൾ പറയുന്നത് പോലെ തങ്ങൾ പറഞ്ഞു അത്രേ, അൽ ഫാത്തിഹ. എല്ലാരും ഫാത്തിഹയോതി ഒന്ന് ദുആയിരുന്നു, നാദാ നാളെ സ്വർഗത്തിൽ എന്നെ നീ അവളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ച് തലയും കുനിച്ച് 6 അടി മണ്ണിൽ പണക്കാട്ടെ കബറിടത്തിൽ കിടക്കുന്ന സ്വന്തം പത്നിയുടെ അരികിലേക്ക് ഒന്ന് സലാം പറയാൻ, ഒരു മഗ്ഫിറത്തിന്റെ പ്രാർത്ഥന കൊടുക്കാൻ. 21 ദിവസങ്ങൾക്ക് മുമ്പ് എന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ
ഒരു വാക്കുപോലും എന്നോട് പറയാതെ പോയ സ്വന്തം സഹധർമ്മിണിയുടെ ഓർമ്മയുടെ കുടീരത്തിനരികിലേക്ക് എല്ലാ വേദനയും ഉള്ളിലൊതുക്കി, ആരോടും ഒരു പരിഭവമോ പരാതിയോ പറയാനില്ല, ആര് വന്നിട്ടും സങ്കടങ്ങൾ പറയുന്ന പാണക്കാട്ടെ ഉമ്മറപ്പടി, ആ പടിയിൽ നിന്ന് ദുഃഖങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ കുന്നുകൂട്ടി ശിഹാബ് തങ്ങൾ മെല്ലെ ചെന്നു തന്റെ സഹധർമ്മിണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സഹോദരന്മാരെ, ആ ശിഹാബ് തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭാര്യ ഏത് സമയത്താണ് ഒരു മനുഷ്യന് വേണ്ടത്, അപ്പോഴാണ് ഭാര്യയെ നഷ്ടപ്പെട്ടത്. പിന്നീടാണ് ഉമറലി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹു പരീക്ഷിച്ച ജീവിതത്തിന്റെ ഉടമയായ അഹ്ലു ബൈത്തിന്റെ അനുഗ്രഹീത വരദാനമായ കൊടപ്പനക്കലെ തങ്ങളുടെ കഥ ഞാൻ പറയുമ്പോൾ പലരും, ഞാൻ പല ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്, അതിവിടെ പറയേണ്ടതില്ല. പക്ഷെ എന്നാൽ പോലും തങ്ങളാരാണ്, തങ്ങൾ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ നേതാവാണ് എന്ന് അപഹസിച്ചവരും അവഗണിച്ചവരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. തങ്ങൾ ആത്മീയതയുടെ സാമ്രാജ്യത്തിന്റെ അധിപനാണ് എന്ന് അപദാനങ്ങൾ വാഴ്ത്തിയ ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പല ചാനലിന്റെ ആളുകൾ, പല പത്രപ്രവർത്തകരും തങ്ങളിരുത്തി ചോദിച്ചിട്ടുണ്ട്, തങ്ങള് രാഷ്ട്രീയ നേതാവാണോ അല്ല ആത്മീയ നായകനാണോ? കൊടുത്ത മറുപടി, ഞാൻ രണ്ടുമല്ല, ഞാനൊരു സാധാരണക്കാരൻ മാത്രമാണ്. ജീവിതത്തിൽ തങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താ? അതിനും കൊടുത്ത മറുപടി, എടുത്തു പറയാൻ പറ്റുന്ന ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ ചെയ്യാത്ത ഒരു കാര്യം പറയാം. അതെന്താ? ജീവിതത്തിൽ ഞാൻ ഒരാളെ പോലും എന്റെ മനസ്സറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. ആ പാണക്കാട് തങ്ങൾ രാഷ്ട്രീയ നേതാവാണോ ആത്മീയ നായകനാണോ എന്ന് കേരളക്കര കണ്ടത് ഹോസ്പിറ്റൽ കിടക്കയിൽ കിടക്കുമ്പോ ഡോക്ടർ ശിഹാബ് തങ്ങളോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം കൊണ്ട് മാത്രമാണ്. ഏതാണ് അരുണിമ സൗഭാഗ്യപൂമരേ, ഏതാണ് സൈദർ ആരാണി നായകർ, അരുണിമ ശോഭിത മഹബൂബരേ, സൗഭാഗ്യപൂമലരേ. ഇതിലോരോന്നും ഭാരതാട്ട് പോകുമേ, പകരം പാപങ്ങൾക്ക് മുൻപാടും കടലവാരം നിറയ്ക്കുമേ, പരിഹാരമാർഗങ്ങൾ തോടിയാണോ സൗരഭ്യപൂങ്കാവ് സ്നേഹത്തിൻ തേൻപൂവ്, സൗരഭ്യപൂങ്കാവ് സ്നേഹത്തിൻ തേൻപൂവ്, സുമോഹന സുരഭില സുന്ദര ജീവിത പാന്താവ് ഈ സയ്യിദ് ശിഹാബ്, സൗരഭ്യപൂങ്കാവ് സ്നേഹത്തിൻ തേൻപൂവ്, സുമോഹന സുരഭില സുന്ദര ജീവിത പാന്താവ് ഈ സയ്യിദ് ശിഹാബ്. പുലർച്ചെ ബാത്റൂമിൽ വീണിട്ടാ തങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. എല്ലാവർക്കും അറിയാം. തങ്ങളെ വീട്ടിൽ ആരുമില്ലേ? രാത്രിയൊക്കെ ബാത്റൂമിലേക്ക് പോകുമ്പോ സുഖമില്ലാത്ത ഈ കണ്ടീഷനിൽ ആരും കൈപിടിക്കാനില്ല എന്ന് ചോദിച്ചപ്പോ ഡോക്ടർ, ഞാന് ഏത് പാതിരാത്രി വൈകി വന്നാലും കൊടപ്പനക്കല വിളക്കണഞ്ഞാൽ ഞാനൊന്ന് എണീക്കും. ആ സമയത്ത് ഞാൻ ആരെയും വിളിച്ചുണർത്താറില്ല. കാരണം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും എന്റെ വീട്ടിലേക്ക് ആര് വന്നാലും എന്റെ കൈ പിടിച്ച് ഈ ഉമ്മത്തിന് പറയാനുള്ളത് തങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് മാത്രം. ഈ ദുആ വസിയത്തൊക്കെ ഞാൻ മണ്ണടിഞ്ഞു പോണതിന്റെ മുമ്പ് എന്റെ ഉമ്മത്ത് എന്നെ ഏൽപ്പിച്ച ഈ ബാധ്യത ഞാൻ നടത്തണ്ടേ? ഞാനതിന് അള്ളാഹു ഇജാബത്ത് തരുന്ന ഏറ്റവും നല്ല സമയം പാതിരാവിലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹിന്റെ മുമ്പിലേക്ക് ഓരോ സങ്കടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹ് സ്വീകരിക്കുന്ന എന്റെ കാര്യമല്ല പറയൽ. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ച് പടച്ചോന്റെ മുമ്പിലേക്ക് പതിവ് പോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഏൽച്ചത്. ആ സമയത്താണ് ഇത് സംഭവിച്ചത്.
ഇന്നേ വരെ ജീവിതത്തിൽ ഞാൻ ഒഴിച്ചുകൂടാത്ത എന്റെ ദിനചര്യയായി മാറിയിട്ടുള്ളത് എന്റെ ഉമ്മത്തിന്റെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. പലതും പറയാറുണ്ടെങ്കിലും ഞാൻ അങ്ങനെ എന്റെ ആത്മീയ വശങ്ങളെ ഒരാൾക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആ വാക്കുകൾ കേട്ട് ഡോക്ടർ ഇങ്ങനെ തരിച്ചു നിൽക്കുമ്പോ പിറ്റേന്ന് കേരളം കേട്ട വാർത്ത താങ്ങാൻ കഴിയാത്ത മലയാളക്കരയ്ക്ക് ഒരിക്കൽ പോലും നമുക്ക് ഓരോ വിശ്വാസി ഓഗസ്റ്റ് 1 കാണാൻ പോയി മറഞ്ഞു കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിമ്പക്കനിയെ പോയി മറഞ്ഞു താങ്ങാൻ പറ്റാത്ത മരണത്തിൻ തുനിയെന്ന് മലയാള മണ്ണിനെ മൗനിയാക്കി കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിമ്പക്കനിയെ പോയി മറഞ്ഞു കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിമ്പക്കനിയെ പോയി മറഞ്ഞു കരളിമ്പക്കനിയെ പോയി മറഞ്ഞു നീറിപ്പൂകഞ്ഞോരോ ജനരക്കെ താങ്ങായി സാന്ത്വനമാലേ നിറഞ്ഞോരേ നീറിപ്പുകഞ്ഞോരു ജനരക്കെ താങ്ങായി സാന്ത്വനമാലേ നിറഞ്ഞോരേ പാവന പരിമളം നമ്മിൽ നിറച്ചിട്ട് പാവന പരിമളം നമ്മിൽ നിറച്ചിട്ട് വിട പറഞ്ഞകന്നൊരു ചെയ്തരേ വിട പറഞ്ഞകന്ന ശിഹാബവരേ കാണാൻ പറ്റാത്ത കാണാൻ കൊതിക്കാത്ത പറ്റാത്ത മരണത്തിനുണിയെന്ന് മലയാള മണ്ണിനെ മൗനിയാക്കി കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിന്റെ കനിയെ പോയി മറഞ്ഞു കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിന്റെ കനിയെ പോയി മറഞ്ഞു കരളിമ്പക്കനിയെ പോയി മറഞ്ഞു ഇന്നാലില്ല രാജിയോ ഇന്നക മയ്യിതു വഇന്നഹും മയ്യിതു. സഹോദരന്മാരെ, ആ മരണവാർത്ത പറയാൻ, അത് അവതരിപ്പിക്കാൻ ഞങ്ങൾ അശക്തരാണ് എന്നതിലുപരി നിങ്ങൾ കേൾക്കാനും അശക്തരാണ്. അതുകൊണ്ട് കഥ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തം അല്ലാഹു പൊരുത്തപ്പെട്ട കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നിഅമഹു വ യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാന മുഹമ്മദ്. റഹ്മർ റഹീമായ തമ്പുരാനെ, ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൈകൾ ഉയർത്താൻ, ഉത്തരം കിട്ടാനും ചോദിക്കാനും ഒന്നും യോഗ്യരല്ല. എങ്കിലും പറയപ്പെട്ടവരുടെ ബർക്കത്തുകൊണ്ട്, ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ചോദ്യങ്ങൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിലെ സകല മുറാദ് ഹാസിലാക്കി ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് ഒരു റാഹത്തും റഹ്മത്തുമുള്ള ഒരു ജീവിതം ഞങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, പാണക്കാട് തങ്ങളെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണേ അല്ലാ. ആ തങ്ങളോട് എന്തെങ്കിലും നീരസം കാണിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തരുത് തമ്പുരാനെ. അല്ലാഹു, ഈ നഗരി ശംസുലുലമയുടെ നഗരിയാണ്. ശംസുലുലമയെ മനസ്സിലാക്കിയവരുടെയും അവരെ പിന്തുടർന്നവരുടെയും കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അവരെ വിമർശിച്ചവരുടെ കൂട്ടത്തിൽ
ഇനി ഞങ്ങളെ പെടുത്തരുത് അല്ലാഹ്. റഹ്മാനെ, ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. റബ്ബേ, അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാനെ. ഒപ്പം ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും വലുതാണ് പടച്ചോനെ. അത് ചെറുതായിരിക്കാം എന്റെ കണ്ണിൽ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കണ്ണിൽ അവനവന്റെ പ്രശ്നങ്ങളാണ് വലുത്. റബ്ബേ, ഞങ്ങളൊക്കെ പ്രയാസത്തിലാണ്, എല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ, മക്കളെ കെട്ടിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവർ, അങ്ങനെ പല ജാതി അസുഖങ്ങൾ, മാനസിക വൈകല്യങ്ങൾ, ഈ പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ തമ്പുരാൻ. ഒപ്പം മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു പ്രത്യേക തുണി സംഭാവന നൽകിയിട്ടുണ്ട്. ആയിരുന്നാലും അവരുടെ മാതാപിതാക്കൾ അള്ളാഹു അവരുടെ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ ബർസഹിയായ ലോകം അള്ളാഹു സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ. കല്യാണം കഴിക്കുന്നത് തന്നെ വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യം പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകണം എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. സെക്സ് അല്ലല്ലോ കല്യാണം എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കല്യാണം എന്തിനാ കഴിക്കുന്നത്? നാളെ 6 അടി മണ്ണിലേക്ക് ഖബറടക്കിയാൽ പട്ടിയെയും പൂച്ചയെയും കബറടക്കിയ പോലെ തിരിച്ചു പോരാനല്ല. ആ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുന്ന നല്ല മക്കള് വേണം. അതാ വിവാഹം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്കൊക്കെ അങ്ങനത്തെ മക്കളെ നൽകട്ടെ. ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ നൽകിയ ഈ മക്കള് അള്ളാഹു അവരുടെ പ്രാർത്ഥനയും അവരുടെ മുറാദും ഹാസിലാക്കട്ടെ. ആ മാതാപിതാക്കളെ നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. ഇങ്ങനെ ഈ മുറ്റത്തിരുന്നിട്ട് ഈ മാതാപിതാക്കൾക്ക് വേണ്ടി ഇവര് പ്രാർത്ഥന നടത്തിയെന്ന ഒരു സന്തോഷ വാർത്ത ആ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അങ്ങനെ നമ്മളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇനി ഈ കൂട്ടത്തിൽ ആരുണ്ട് അടുത്ത വർഷം എന്നൊന്നും അറിയില്ല. അള്ളാഹു നമുക്കൊക്കെ ആയുസ്സും ആരോഗ്യമൊക്കെ തരട്ടെ. ആരുടെ മുമ്പിലും തലകുനിച്ചു കൊടുത്ത് ജീവിക്കേണ്ട ഒരു ഗതികേട് അള്ളാഹു എനിക്കും നിങ്ങൾക്കൊന്നും നൽകാതിരിക്കട്ടെ. ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളെ മാതാപിതാക്കൾക്കാണ്. മക്കളെ മുമ്പിൽ അവഗണന അനുഭവിച്ച് കഴിയേണ്ട ഒരു ഗതികേട് അള്ളാഹു ഒരു മാതാവിനും പിതാവിനും കൊടുക്കാതിരിക്കട്ടെ. നമ്മളെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. പാൻപരാഗിന് അടിമപ്പെടുന്ന, ഹാൻസിന് അടിമപ്പെടുന്ന, ചുണ്ടത്ത് സിഗരറ്റ് വെക്കുന്നതാണ് ആനന്ദത്തിന്റെ പ്രതീകം എന്നൊക്കെ വിശ്വസിക്കുന്ന ആഢ്യമൗഢ്യക്കാരിൽ നമ്മളെ മക്കൾ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. പടച്ചോനെ, ഞങ്ങളെ ഇസ്സത്ത് നീ നിലനിർത്തി തരണം റഹ്മാനെ. ആരുടെ മുമ്പിലും പോയിട്ട് കൈ നീട്ടേണ്ട ഗതികേട് ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ പ്രതാപം നീ സംരക്ഷിക്കണം റഹ്മാനെ. കണ്ണന്മാരുടെ കണ്ണീറിൽ നിന്ന്, സിഹറന്മാരുടെ സിഹറിൽ നിന്ന്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന്, ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഈ നാടിനെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ ആലിമ്യങ്ങൾക്ക് നീ ഇസ്സത്ത് നിലനിർത്തണേ തമ്പുരാനെ. ഞങ്ങളെ ശത്രുക്കളെ നീ നിഷ്പ്രഭമാക്കണേ റഹ്മാനെ. പടച്ചവനെ, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.